കൊട്ടാരക്കര ഗണേശന്റെ അവിഹിതം പൊക്കി രണ്ടാം കെട്ടും പൊട്ടി. പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന് പറഞ്ഞ പോലെ കൊട്ടാരക്കര ഗണേശൻ പിടിയിലായി. അദ്ദേഹത്തിൻ്റെ രണ്ടാം ഭാര്യ ബിന്ദു മേനോൻ ഇയാളുടെ അവിഹിതം കയ്യോടെ പൊക്കി എന്നും പറഞ്ഞിന്ന് രംഗത്ത് വരുന്ന വാർത്തകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മീശമാധവൻ സിനിമയിൽ ഒരു രസകരമായ ഒരു സീനുണ്ട്, എല്ലാവരും ഓർക്കാനിടയുണ്ട്. പിള്ളാച്ച വെടിവഴിപാട് മൈക്കിലൂടെ വിളിച്ചു പറയാതെ നടത്താൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ചെയ്യാം, പക്ഷേ ഉദ്ദേശിച്ച ഫലം കിട്ടത്തില്ല, മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞെങ്കിൽ മാത്രമേ വെടിവഴിപാടിൻ്റെ യഥാർത്ഥ ഫലം കിട്ടൂ എന്ന് പറഞ്ഞ പോലെ വളരെ രഹസ്യമായി മൈക്കിലൂടെ വിളിച്ചു പറയാതെ വെടിവഴിപാടുമായി നടന്ന കൊട്ടാരക്കര ഗണേശൻ അങ്ങനെ കയ്യോടെ രണ്ടാം ഭാര്യയാൽ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ താൻ ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥകൾക്കെതിരെയുള്ള തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് പരസ്യമായി പറഞ്ഞ രാഹുലിനെ എല്ലാവന്മാരോട് ചേർന്ന് ക്രൂശിക്കുന്നത് നാം കണ്ടതാണ്. ഇപ്രകാരം ഒരു വാർത്ത വന്നിട്ടും മുട്ടൽ മരമുറി ചാനലിലെ മൊട്ട അരുണിനെ കാണാൻ പറ്റുന്നില്ല, അവൻ എവിടാണെന്ന് പോലും അറിയത്തില്ല. ഏതോ തിരികട ജേർണലിസ്റ്റുകൾ വലിയ ആവേശമൊന്നുമില്ലാതെ ഈ കൊട്ടാരക്കര കോഴിയുടെ ഈ അവിഹിത കഥ വളരെ യാതൊരു ഉഷാറുമില്ലാതെ റിപ്പോർട്ട് ചെയ്തു. കാരണം ഏഷ്യനെറ്റ് ഇത് ആദ്യമേ റിപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് ഗത്യന്തരമില്ലാതെ മുട്ടൽ മരമുറി കൊള്ളക്കാരന്മാരുടെ ചാനൽ വലിയ ആവേശമൊന്നുമില്ലാതെ അത് റിപ്പോർട്ട് ചെയ്യുകയാണ്. അതുപോലെ 24 ചാനലിനും കൈരളി ചാനലിനും മറ്റ് ചാനലുകൾക്കൊന്നും വലിയ ആവേശമില്ല. എന്നാൽ രാഹുലിൻ്റെ ആ വാർത്ത വന്നപ്പോൾ എന്തൊരാവേശവും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ചടുലതയും കളം നിറഞ്ഞാടുകയായിരുന്നു എല്ലാവരും. എന്നാൽ കഴിഞ്ഞ 2-3 ദിവസമായി ഈ വാർത്ത പുറത്തു വന്നിട്ടും പൂച്ചം ഒരുത്തിനും മിണ്ടാതിരുന്നപ്പോൾ അവസാനം സഖികെട്ട് കൊട്ടാരക്കര ഗണേശന്റെ രണ്ടാം ഭാര്യ ബിന്ദു മേനോൻ തന്നെ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുകയായിരുന്നു, തൻ്റെ ആഭാസനായ കെട്ടിയവൻ്റെ അവിഹിതം ഞാൻ കയ്യോടെ പൊക്കി, ഇവനൊരു സ്ത്രീലമ്പടനാണെന്ന് 2014 ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതാണ്, അന്ന് തൊട്ട് ഇവൻ സർട്ടിഫൈഡ് ആഭാസനാണെന്ന് മനസ്സിലാക്കിയെങ്കിലും ഞാനിത് ആരോട് പറഞ്ഞാലും എനിക്ക് മാനസിക രോഗമാണെന്ന് പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തുമായിരുന്നു. അതുകൊണ്ട് വാളകത്തെ വീട് ഇതുപോലെ ഒരു വെടിവഴിപാട് നടത്തുവാനുള്ള ഒരു യാഗശാലയാക്കി ഇവൻ മാറ്റിയിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒന്ന് ഓർത്തു നോക്കുക, ഒരു സംസ്ഥാനത്തെ മന്ത്രിയാണ് പിമ്പുകളെ, അതായത് ഉത്തേജനം ലഭിക്കാനുള്ള ഗുളിക മേടിക്കാനും കോണ്ടം മേടിക്കാനും വേണ്ട ക്രമീകരണം ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെ പ്രൈവറ്റ് സെക്രട്ടറിമാരെയും അഡീഷണൽ സെക്രട്ടറിമാരെയും എല്ലാം സർക്കാർ ചെലവിൽ ശമ്പളം കൊടുത്ത് പിമ്പുകളുമായി നടക്കുന്ന ഒരു ആഭാസൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഈ സർട്ടിഫൈഡ് ആഭാസനെ വ്യഭിചാരിയെ ഇന്ന് തന്നെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റി പുറത്താക്കണം. നിനക്കൊക്കെ എന്തൊരു ആവേശമായിരുന്നു രാഹുലിനെതിരെ നടപടിയെടുക്കുവാൻ. ഏതോ ഒരു ഊമക്കത്ത്, എവിടെയോ ഇരുന്ന് ഏതോ ഒരു ഊമക്കത്ത് ലഭിച്ചു എന്നും പറഞ്ഞത് കിട്ടിയ പാടെ കിട്ടാത്ത പാടെ സംസ്ഥാന പോലീസ് മേധാവിയും എല്ലാം സടകുടഞ്ഞെഴുന്നേറ്റ് പ്രത്യേക അന്വേഷണ സംഘമുണ്ടാക്കി രാഹുലിന്റെ പിന്നാലെ പാഞ്ഞ മോന്റെ മോന്മാർ എവിടെ? ഇതാ ഒരു സ്ത്രീ തന്നെ വന്ന് പറയുന്നു, സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രിയായ തൻ്റെ ഭർത്താവ് ഈ ആഭാസൻ, അവൻ നടത്തുന്ന വ്യഭിചാരം വാളകത്തെ വീട്ടിൽ അവൻ ഈ സർക്കാർ ശമ്പളം പറ്റുന്ന ഈ പിമ്പുകളുടെ സഹായത്തോടെ ആ വീട്ടിൽ നടത്തിയ വ്യഭിചാരം താൻ കണ്ടു, ആ വ്യഭിചാരം തൻ്റെ ഫോണിൽ ഞാൻ പകർത്തി, ആ രംഗം ഫോണിൽ പകർത്തി എന്നെ കയ്യേറ്റം ശ്രമിച്ചു. പ്രദീപ് എന്ന് പറയുന്ന അവനും മനോജ് എന്ന് പറയുന്നവനും ശാന്തൻ എന്ന് പറഞ്ഞ ഡ്രൈവനും എല്ലാം കൂടെ ചേർന്ന് എൻ്റെ മൊബൈൽ പിടിച്ചു പറിക്കാൻ നോക്കി എന്നെ ആക്രമിക്കുവാൻ ശ്രമിച്ചു എന്ന് അവർ തന്നെയാണ് ഇന്ന് ലോകത്തോട് മാധ്യമങ്ങളിലൂടെ വിളിച്ചു പറഞ്ഞിട്ട്, ഇപ്രകാരം ഒരു ആരോപണം മതി പോലീസിന് സുമോട്ടോ കേസെടുക്കാം. ഇത് ആരാണ്? ഈ സംസ്ഥാനത്തെ ഗതാഗത വകുപ്പ് മന്ത്രിയാണ് എന്നോർക്കണം. ഈ സർട്ടിഫൈഡ് വ്യഭിചാരിയുടെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ഈ വ്യഭിചാരിയാണ് ആ മന്ത്രിസഭയ്ക്ക് ഏറ്റവും കളങ്കമുണ്ടാക്കിയത്. ഉമ്മൻചാണ്ടിയെ കെണിയിൽപ്പെടുത്തിയ ഈ അലവലാതി സരിതയുടെ കൊച്ചിൻ്റെ അപ്പൻ്റെ ആണെന്ന് ആ CBI റിപ്പോർട്ടിൽ തന്നെ പറയുന്നു.
ആ വാർത്ത കൊടുത്ത് എനിക്കെതിരെ ഈ കൊട്ടാരക്കര കൊണേസൻ, ഇവനെ കൊണേസൻ എന്ന് വിളിച്ചു എന്ന പേരിൽ എനിക്കെതിരെ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ കൊണ്ട് ഇവന്റെ പിടിച്ചുവെപ്പുകാരനായ ഇവന്റെ PS കൊണ്ട് എനിക്കെതിരെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ഇപ്പോൾ എന്തായടാ കൊണേസ, നീ വെറും സർട്ടിഫൈഡ് കൊണേസനാണെന്ന് നിന്റെ ഭാര്യ തന്നെയാണ് ഇപ്പോൾ ലോകത്തോട് വിളിച്ചു പറയുന്നത്. എനിക്കെതിരെ നീ കൊടുത്ത കേസ് എന്താവും ഇപ്പോൾ? ഇതൊക്കെയാടാ പറയുന്നത് കാലത്തിന്റെ കാവ്യനീതി എന്ന്. ഈ കൊട്ടാരക്കര കോഴിയെ ഇവൻ വെറും അലവലാതിയാണെന്ന് പറഞ്ഞേക്കുന്നത് മറ്റാരുമല്ല, ഇവന്റെ തന്തയായ കള്ളൻ ബാലകൃഷ്ണപിള്ള തന്നെയാണ്. ഇടമലയാർ കൊള്ളക്കേസിലെ ആ തട്ടിപ്പ് കേസിൽ ജയിലിൽ കിടന്ന ആ പിള്ള തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവൻ വെറും അലവലാതിയാണെന്ന്. സ്വന്തം മോനാണെങ്കിലും ഇവൻ വെറും ചെറ്റയാണെന്ന് ഇവന്റെ അപ്പൻ പറഞ്ഞിട്ടുണ്ട്. ഇവന്റെ സഹോദരി പറയുന്നത് എന്താണ്? ഇവന്റെ സഹോദരിക്കും മറിച്ചല്ല അഭിപ്രായം. അതുപോലെ ഇവന്റെ ആദ്യ ഭാര്യയായ യാമിനി തങ്കച്ചി കണ്ണീരോടെ മണിക്കൂറുകളോളം ചാനലിലൂടെ പറഞ്ഞത് ഇപ്പോഴും ചാനലുകളിൽ കിടപ്പുണ്ട്. ഇവനെ സീരിയൽ നടിയുടെ കെട്ടിയോൻ ഭാര്യയുടെ മുന്നിലിട്ട് ചവിട്ടിക്കൂട്ടി ഇവൻ പെടുത്ത് മുള്ളി കിടന്നത് ഇവന്റെ മുഖത്ത് ഇടികൊണ്ട്, ആ സീരിയൽ നടിയുടെ ഭർത്താവിൻ്റെ ഇടികൊണ്ട് ഇവന്റെ കരിവാളിച്ച മുഖം എല്ലാം നമ്മൾ ഇപ്പോഴും മറന്നിട്ടില്ല. എന്നിട്ടും പത്തനാപുരത്തെ ഈ ആളുകൾ, ഈ പത്തനാപുരംകാർ ഇത്ര അധപ്പതിച്ചവരാണല്ലോ എന്നാണ് നമുക്ക് ചിന്തിക്കേണ്ടുന്നത്. ഈ ആഭാസനെ, ഈ വ്യഭിചാരിയെ അവർ വീണ്ടും തിരഞ്ഞെടുത്തു. വീണ്ടും ഇവനിതാ പിണറായിയെ ബ്ലാക്ക്മെയിൽ ചെയ്ത് ഇവനാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ സകല പിമ്പുപണിയും. ആ സോളാർ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവനും സതീശനും ഉസ്മാൻ രമേശും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഒക്കെ ചേരുന്ന ഒരു ഉപജാപക സംഘമാണ് ആ പാവപ്പെട്ട ഉമ്മൻചാണ്ടിയെ അന്ന് കൊടുക്കുവാൻ ശ്രമിച്ചത്. ഈ കാര്യം താൻ വെളിപ്പെടുത്തും, ഇല്ലെങ്കിൽ തനിക്ക് മന്ത്രിപദം വേണമെന്ന് പറഞ്ഞ് വിരട്ടിയാണ് ഈ ആവാസൻ ഈ മന്ത്രിസഭയിലേക്ക് വന്നത്. അപ്പോൾ പിണറായി വിജയന്റെ മകളോടും ഈ ബിന്ദു മേനോൻ ഈ കാര്യം വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മുൻ DGP ആയിരുന്ന ശ്രീലേഖ IPS ഇതിൻ്റെ ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ശ്രീലേഖ IPS വളരെ കുറ്റകരമായ ഒരു മൗനമാണ് ഈ വിഷയത്തിൽ പാലിച്ചേക്കുന്നത്. ഇത്തരത്തിലുള്ള ഈ ആഭാസന്റെ പ്രവൃത്തികളെക്കുറിച്ച് ഒരു സ്ത്രീ വിളിച്ചു പറയുമ്പോൾ നിയമ നടപടി എടുക്കേണ്ടുന്ന, അതല്ലെങ്കിൽ ലോകത്തോട് ഈ കാര്യം പറയേണ്ടുന്ന അവരും വളരെ കുറ്റകരമായ ഒരു നിശബ്ദതയാണ് പാലിച്ചത്. അവരിപ്പോൾ ഡിപ്ലോമസി കളിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ആ സ്ത്രീയെ എല്ലാവരുടെ കൂടി ഭീഷണിപ്പെടുത്തി വിരട്ടിയിരിക്കുകയാണ്. ജീവനിൽ ഭയമുള്ള ആ യുവതി ഇതുവരെ പരാതിയുമായിട്ട് മുന്നോട്ട് പോയിട്ടില്ല. പരാതിയുമായി മുന്നോട്ട് പോയിട്ടില്ലെങ്കിലും അവർ തന്നെ ഈ കാര്യം, നടന്ന കാര്യം മാധ്യമങ്ങളിലൂടെ ലോകത്തോട് വിളിച്ചു പറയുകയും ഇവൻ്റെ ആ വ്യഭിചാര പരിപാടി മൊബൈലിൽ ചിത്രീകരിച്ചിട്ടുണ്ട്, തെളിവുണ്ട് എന്നും അവർ പറയുന്നു. ആ സാഹചര്യത്തിൽ എന്തുകൊണ്ട് പിണറായിക്ക് ഈ ആവാസനെ മന്ത്രിസഭയിൽ നിന്നും പുറത്തു കളയാൻ പറ്റത്തില്ല? അതിലെല്ലാം നമ്മളെ ഞെട്ടിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഈ മന്ത്രിസഭയിലെ ഈ ആവാസനെതിരെ കോൺഗ്രസിൽ നിന്നും UDF നിന്നും പുറത്തു ചാടിയ ഈ കുലംകുത്തിയെ, രാഹുൽ മാങ്കുട്ട വിഷയത്തിൽ വലിയ ചരിത്ര പ്രസംഗം നടത്തിയ ഈ ആവാസനെ, അതല്ലെങ്കിൽ ഈ ഇടത് സർക്കാരിനെതിരെ ഏറ്റവും കടന്നാക്രമിക്കാൻ പറ്റാവുന്ന ഒരു വിഷയം കിട്ടിയിട്ടും ഇതുവരെ VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവെന്ന് പറയുന്ന ആ കിഴങ്ങൻ പിണറായിയുടെ ചെരുപ്പ് നക്കി ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നാണ്. ശേഷിയില്ലാത്ത ആ യൂത്ത് കോൺഗ്രസോ KSUവോ ഈ വിഷയത്തിൽ ഇതുവരെ ഒരു പ്രതികരണമോ ഒരു പ്രതിഷേധ പരിപാടികളോ ഇതുവരെ സംഘടിപ്പിച്ചിട്ടില്ല എന്നത് വളരെയേറെ ലജ്ജാകരമാണ്. ഇനി ഈ പ്രേക്ഷകരെ നിങ്ങൾ കാണുവാൻ പോകുന്നത് ഈ ആവാസനെ കെട്ടിയ, തൻ്റെ ജീവിതം നശിപ്പിച്ച ബിന്ദു മേനോൻ എന്ന ഈ കൊട്ടാരക്കര കൊണേശന്റെ, ഈ കൊട്ടാരക്കര കാച്ചപ്പന്റെ രണ്ടാം ഭാര്യയായ, ഇവന്റെ രണ്ടാം ഭാര്യയാകേണ്ട ഗതികേടുണ്ടായ ആ ബിന്ദു മേനോന്റെ വാക്കുകൾ നമുക്ക് കേട്ട ശേഷം ഉടനെ തിരികെ വരാം. ഇപ്പം മന്ത്രിയുടെ ഒരു ഇന്റർവ്യൂ കണ്ടതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇപ്പൊ സംസാരിക്കുന്നത്. എനിക്ക് ഞാൻ 2014 മാരേജ് കഴിഞ്ഞ് കുറെ വർഷങ്ങളായിട്ട് എനിക്ക് പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. ഞാൻ 2019 ഒരു വലിയ പ്രശ്നം ഉണ്ടായപ്പോഴും ലേഖ ചേച്ചിയെ കോൺടാക്ട് ചെയ്തിരുന്നു. എന്റെ കസിൻ ബ്രദർ, അതായത് എന്റെ പപ്പയുടെ സിസ്റ്ററുടെ മോനാണ് ഹസ്ബൻഡ്. ഞാൻ 2019 കോൺടാക്ട് ചെയ്തിരുന്നു. അന്ന് ഇതുപോലൊരു കോംപ്രമൈസിനായിട്ട് ഞങ്ങൾ സംസാരിക്കുകയല്ല ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നു. പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ. ഇതെല്ലാം എല്ലാവർക്കും അറിയുന്ന വിഷയങ്ങളാണ്. എന്തുകൊണ്ടാണ് ഗണേഷ് കുമാറായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നത് എന്ന് എല്ലാവർക്കും ലോകം മുഴുവൻ അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷേ കഴിഞ്ഞ എസ്പെഷ്യലി മന്ത്രിയായി കഴിഞ്ഞിട്ട് എനിക്ക് വളരെ വളരെ പ്രശ്നങ്ങളാണ്. അതായത് മന്ത്രിയുടെ കൂടെയുള്ള
ഫ്രണ്ട്സ് ആയാലും മന്ത്രിയുടെ സ്റ്റാഫ് ആയാലും എല്ലാം എനിക്കെതിരാണ്. പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി പവറിന്റെയും പൊസിഷന്റെയും കൂടെയല്ലേ ആൾക്കാർ നിൽക്കുള്ളൂ. സോ ഐ ബീൻ കംപ്ലീറ്റ്ലി അലോൺ. പക്ഷെ ഞാൻ എന്റേതായ ഇതിൽ, കാരണം എനിക്ക് അത്രയും പേടിയാണ്. എനിക്കൊരു വയസ്സായി ഇപ്പോ മെമ്മറി പോലും ഇല്ലാത്ത എന്റെ ഒരു അമ്മ. ഞാനിപ്പോ 2 മാസമായിട്ട് ഇതേപോലെ ഇലക്ഷന്റെ സമയത്താണ് ഞാൻ അവിടെ, പഞ്ചായത്ത് ഇലക്ഷന്റെ സമയത്താണ് ഞാൻ ഇടയിൽ വന്നത്. അതിന് മുന്നേയും പ്രശ്നമായിരുന്നു. പല സ്ത്രീകളുടെയും പ്രശ്നം വെച്ച് ഞാൻ വഴക്കൂടും. അപ്പൊ എന്റെ ഫ്രണ്ട്സിനെല്ലാം ഞാൻ ആരോട് സംസാരിക്കും, അവരുടെ സ്റ്റാഫിന്റെ ഫോൺ ട്രാക്ക് ചെയ്യും. ഞാൻ ആരെടുത്താ വിളിച്ചാൽ നോക്കി അവരുമായിട്ട് എന്നെ കണക്ട് ചെയ്ത് ഞാൻ അവരുമായിട്ട് ബന്ധമാണെന്ന് പറഞ്ഞ് അങ്ങനെയാണ് എന്നെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നത്. അപ്പൊ അവിടെ എല്ലാം പറയും ഞാൻ അമേരിക്കയിലേക്ക് ആരുടെ കൂടെ പോയി, ദുബായിലേക്ക് പോയി, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ നിർത്തും. സോ അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ 2 മാസമായിട്ട് എന്റെ ഫോൺ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അവരുടെ സ്റ്റാഫ് എന്നോട് സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കണം. അപ്പൊ വാളകത്തെല്ലാം ഇതെല്ലാം നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞതുകൊണ്ട് ഞാൻ പല സ്ത്രീകളെയും വിളിച്ച് ഞാൻ കുറെ ഫയർ ചെയ്യലും ഒക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ ഒന്നും ശരിയാവുന്നില്ല. സംശയ രോഗമാണെന്ന് പറഞ്ഞ് എല്ലാവരുടെ അടുത്തും പറയുന്നു, എന്റെ വീട്ടുകാരെ വിളിച്ച് പറയുന്നു. അപ്പൊ ഐ ജസ്റ്റ് വാണ്ടഡ് എ ക്ലോഷർ. ഞാൻ വിചാരിച്ചു ഞാൻ എന്തായാലും എനിക്കൊരു ക്ലോഷർ വേണം, പക്ഷെ എനിക്കിത് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു തന്നെയാണ് ഞാൻ ആരോടും പറയാതെ അവിടെ പോയി. ഞാൻ വാതിൽ തുറന്നു. ശാന്തൻ എന്ന് പറയുന്ന ഡ്രൈവർ ആയിരുന്നു. ഞാൻ ഉള്ളിലേക്ക് ചാടി ഓടി കയറി ബെഡ്റൂമിൽ പോയി കണ്ടത് എനിക്ക് വട്ടാണോ. ഞാൻ അവിടെ കണ്ടു കഴിഞ്ഞ് അവിടെ ശാന്തൻ ഓടി വന്ന് എന്നെ തടയാനും ഞാൻ ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോ എനിക്ക് ഐ കനോട്ട് എക്സ്പ്ലെയിൻ. മോശത്തിനെക്കാട്ടും പറഞ്ഞാൽ അറിയാത്ത എന്റെ ഐ ഹാവ് ഓൾ ദ പിക്ചേഴ്സ്, അല്ല ഫോട്ടോസ് എല്ലാം ഉണ്ട് എന്റെ കയ്യില്. ഞാൻ പോലീസിനെ അല്ല, എനിക്ക് ഐ ലോസ്റ്റ് കൺട്രോൾ. പക്ഷെ ഞാൻ ഐ ഡിഡ് നോട്ട് യൂസ് എ ബാഡ് വേർഡ്. ഐ ഡിഡ് നോട്ട് ഫിസിക്കലി അസോൾട്ട് എനിവൺ. മന്ത്രിയെയോ മന്ത്രിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളെയോ ഒന്നും ഞാൻ ചെയ്തില്ല. പക്ഷെ ഞാൻ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു. ബിക്കോസ് മന്ത്രി അത് പിന്നെയും പറയും എനിക്ക് പ്രാന്താണ്, എനിക്ക് സംശയമാണെന്ന് ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു. ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചപ്പോ എന്നെ ശാന്ത അവരെ പിടിക്കുക, അവരുടെ ഫോൺ മാറ്റുക എന്നൊക്കെ പറഞ്ഞ എന്നെ ഹി വാസ് ട്രൈങ് ടു അസോൾട്ട് മീ, ട്രൈ ടു ടേക്ക് സ്നാച്ച് മൈ ഫോൺ. പക്ഷെ ഞാൻ അതൊന്നും സമ്മതിച്ചില്ല. ഞാൻ ഉടനെ ലേഖ ചേച്ചിയെ വിളിച്ചു. ബിക്കോസ് എനിക്ക് അറിയായിരുന്നു എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഞാൻ ലാസ്റ്റ് ഡയൽ നമ്പർ ലേഖ ചേച്ചി ഇട്ടിട്ടാണ് ഞാൻ പോയത്. ചേച്ചിയോട് പറഞ്ഞു ഇഫ് ഐ നീഡ് എനി ഹെൽപ്പ് യു ഹാവ് ടു പിക്ക് അപ്പ് മൈ കോൾ. അല്ലാതെ ഒരു BJP സ്ഥാനാർത്ഥി ഒന്നും അല്ല. ചേച്ചി എന്റെ ബ്രദറിനെ കല്യാണം കഴിച്ചിട്ട് എത്രയോ വർഷങ്ങളായി. സോ അത് വിളിച്ചു. അപ്പൊ ചേച്ചി പറഞ്ഞു ബിന്ദു ഇമ്മീഡിയറ്റ്ലി യു കോൾ കൺട്രോൾ റൂം 112. അങ്ങനെയാണ് ഞാൻ വിളിച്ചത്. ലേഖ ചേച്ചി എന്ന് പറഞ്ഞ് വിളിച്ച് കണ്ടപ്പോ അവരെന്നെ ഒന്നും ചെയ്യാൻ അവർക്ക് പറ്റിയില്ല. ഞാൻ ഓടി. ഐ റാൻ ഔട്ട്. പോലീസ് വന്നു കഴിഞ്ഞ് പുറത്തേക്ക് വരാൻ നേരത്ത് പ്രദീപ് എന്ന് പറഞ്ഞാല് എന്റെ വാതിൽ തുറക്കാൻ സമ്മതിച്ചില്ല. വാതില് എന്റെ കൈ പിടിച്ച് വാതിൽ അടയ്ക്കാനൊക്കെ നോക്കി. ഞാൻ ഹെൽപ്പ് എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ചു. അത് കഴിഞ്ഞ് പോലീസ് വരുന്നതിന് മുന്നേ തന്നെ ഗണേഷ് കുമാർ ഈ സ്ത്രീയായിട്ട് സ്ത്രീനെ കൊണ്ടുവന്ന കാറിൽ ശാന്തൻ കയറ്റി. ശാന്തൻ കൊണ്ടുപോയി. ഗണേഷ് കുമാർ ഉള്ളിലേക്ക് ഓടി വാതിലടച്ചു. പോലീസ് വന്ന് എന്നോട് ചോദിച്ചു യാമിനി തങ്കച്ചിയാണോ? ഐ സെഡ് നോ, മൈ നെയിം ഇസ് ബിന്ദു. അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ ഇങ്ങനെ, അപ്പൊ ഞങ്ങളുടെ പരിധിയിൽ വരുന്നതല്ല. ഐ സെഡ് ഐ ഡോണ്ട് കെയർ, ഞാൻ പിണറായി സാറെ വിളിക്കും. അല്ലല്ല മാഡം, ഞാൻ പറഞ്ഞു പിണറായി സാർ ഇല്ല, ഞങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യൂ. അത് കഴിഞ്ഞ് മന്ത്രിയുടെ വേറെ സ്റ്റാഫായ മനോജ് വന്നു. മനോജ് വന്ന് എന്നോട് പറഞ്ഞു ചേച്ചി ഒന്നും ചെയ്യില്ലേ പ്ലീസ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഒന്നും ചെയ്യില്ല, പക്ഷെ എനിക്ക് ഐ നീഡ് പ്രൊട്ടക്ഷൻ. എന്നെ അപമാനിക്കാൻ, എന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞു. ചേച്ചി ഒന്ന് അടങ്ങ്, ഒന്ന് സാറിന് ഒരു തെറ്റ് പറ്റിപ്പോയി, ക്ഷമിക്ക് എന്ന് പറഞ്ഞു. ഞാൻ ഇതിനെല്ലാം കമലേഷ്, ഐ ഹാവ് ഓൾ ദി എവിഡൻസ്, ഐ ഹാവ് ഓൾ ദി പിക്ചേഴ്സ്. അത് കഴിഞ്ഞിട്ട് എന്റെ കാലില് മനോജ് വീഴാണ്. മന്ത്രി പോയി ഉള്ളിൽ പോയി വാലടിച്ചു. ഞാൻ പറഞ്ഞു എന്റെ ഡോക്യുമെന്റ്സ് എങ്കിലും എനിക്ക് അറ്റ്ലീസ്റ്റ് എടുക്കണം. അപ്പം മനോജ് പറഞ്ഞു മിനിസ്റ്ററുടെ വീട്ടിലേക്ക് പോലീസ് കയറാൻ പറ്റില്ല. ചേച്ചി ഇന്ന് നമ്മുടെ വീടല്ലേ ചേച്ചി എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത്, ചേച്ചി വാ. അപ്പൊ പോലീസ് എന്നോട് പറഞ്ഞു എന്നാ മാഡം ഉള്ളിലേക്ക് പോവാം. ഞാൻ പറഞ്ഞു എനിക്ക് പേടിയാണ്, എന്നെ ഉപദ്രവിച്ചാണ് ഒരു പ്രാവശ്യം. ഇല്ല ഒന്നുമില്ല, ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന്. അത് കഴിഞ്ഞ് ഞാൻ പോയി. ഐ വാസ് നോട്ട് ഇൻ എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ടു ടേക്ക് എനിത്തിങ്. അങ്ങനെ എന്റെ 13 വർഷമായി എന്റെ സാധനങ്ങളുള്ള ഒരു വീട്ടില് എന്തെടുക്കാനാണ്? അപ്പൊ ഞാൻ എന്തൊക്കെയോ പെട്ടിയിലെടുക്കാനായിട്ട് നോക്കുമ്പോൾ മനോജ് കുറെ എന്നെ എന്തൊക്കെയോ സംസാരിച്ചു. ബട്ട് ഐ വാസ് നോട്ട് ഇൻ എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. മിനിസ്റ്റർ വാസ് ജസ്റ്റ് ഫീലിംഗ് അറൌണ്ട് വിത്ത് ഹിസ് ഫോൺ. എന്നോടൊന്നും സംസാരിക്കാനോ ഒന്നും നിന്നില്ല. ബിക്കോസ് ലാസ്റ്റ് 3 months ആയിട്ട് ഈ ഒരു ഇഷ്യൂ കൈയേറ്റം ചെയ്തു ഞാൻ പറയില്ല. ഐ വാസ് നോട്ട് ഫിസിക്കലി അസോൾട്ടഡ്. പക്ഷെ എന്റെ ഫോൺ പിടിച്ചു വാങ്ങിക്കാനായിട്ട് നോക്കുമ്പോൾ ഒബ്വിയസ്ലി എന്നെ ഹാൻഡിൽ ചെയ്തിട്ടല്ലേ പിടിക്കാൻ പറ്റുള്ളൂ. പോലീസ് വീട്ടിലേക്ക് പോലും വന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എന്നെ ഈ പ്രദീപ് എന്ന് പറഞ്ഞ ആള് ലോക്ക് ചെയ്തിട്ട് പുറത്തേക്ക് കിടക്കാൻ സമ്മതിക്കില്ല. ഞാൻ പെട്ടിയെടുത്ത് പുറത്തേക്ക് വരുമ്പോ അതിനെല്ലാം സാക്ഷിയും മനോജും ഉണ്ട് അവിടെ. ശാന്തൻ ആ സ്ത്രീയും കൊണ്ട് ഓൾറെഡി പോയി കഴിഞ്ഞു. മിനിസ്റ്റർ ഉള്ളിലുണ്ട്. ഞാൻ ഈ വാതിൽ അടിച്ചിട്ട് ഐ വാസ് തിങ്കിങ് ദ പിങ്ക് പോലീസ് വാസ് വെയിറ്റിംഗ് ഔട്ട് സൈഡ്. ഞാൻ ഹെൽപ്പ് എന്ന് തട്ടാണ്. ഇപ്പോ തുറക്കുന്നില്ല. അത് ഞാൻ പറഞ്ഞു മനോജ് ഒന്ന് തുറക്കാൻ പറയും, എനിക്ക് പോകണം എന്ന് പറയുമ്പോ ഈ പ്രദീപ് സമ്മതിക്കുന്നില്ല. എന്റെ കൈ പിടിച്ച് വലിക്കുകയാണ് തുറക്കാതിരിക്കാനായിട്ട്. അത് കഴിഞ്ഞ് ഞാൻ വിചാരിക്കുന്ന അവിടെ പുറത്തുണ്ടെന്ന്. അത് കഴിഞ്ഞ് എങ്ങനെ ഞാൻ വാല് തുറന്ന് നോക്കുമ്പോ പോലീസും ഇല്ല, പട്ടാളും ഇല്ല, എല്ലാരും പോയി. പക്ഷെ ഞാനൊരു ടാക്സി ഹയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവര്
പേടിച്ചിട്ട് അവര് പുറത്തായിരുന്നു. ഞാൻ വിളിച്ചു കഴിഞ്ഞു വന്നു കഴിഞ്ഞാൽ കാറിൽ പെട്ടി വെച്ച് കയറി. ദാറ്റ്സ് എ റീസൺ വൈ നിങ്ങളെല്ലാം എന്നെ വിളിച്ചപ്പോൾ ലാസ്റ്റ് 2 days എന്നെ പത്രക്കാരൊക്കെ വിളിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഐ ഹാവ് വർക്ക് ഫോർ എ മീഡിയ ഓർഗനൈസേഷൻ ഫോർ മോർ ദാൻ 18 years. എനിക്ക് അങ്ങനെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കി ആരുടെയും റെപ്യൂട്ടേഷനോ ഫ്യൂച്ചറോ ഒന്നും തകർക്കാൻ പ്ലാൻ ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോ മിനിസ്റ്റർ പറയും, മിനിസ്റ്റർ എന്നെ ഒന്ന് വിളിച്ചിട്ട് ഒരു അപ്പോളജി പോലും എനിക്ക് എന്നെ 2 മാസമായിട്ട് ബ്ലോക്ക് ചെയ്തിട്ട് ആ ബ്ലോക്ക് ഒന്ന് മാറ്റിയിട്ട് ഐ എം സോറി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് ബീൻ ഓക്കെ. കേട്ടല്ലോ പ്രേക്ഷകരെ, ഈ കൊട്ടാരക്കര കാച്ചപ്പന്റെ ഗുണത്തെക്കുറിച്ച് അയാളുടെ 2ാം ഭാര്യയായ ബിന്ദു മേനോൻ എന്ന ആ പാവപ്പെട്ട സ്ത്രീ പറഞ്ഞതാണ് നമ്മൾ കേട്ടത്. ഓർക്കുക, കേരള സംസ്ഥാനത്തിന്റെ ഗതാഗത വകുപ്പിന്റെ മന്ത്രിയുടെ ഭാര്യയാണ് ഈ പറഞ്ഞത്. സ്വന്തം ഭർത്താവിൻ്റെ ഇവൻ സ്ഥിരം വാളകത്തെ വീട് ഇതുപോലെ ഒരു വെടിവഴിപാടിശാലയാക്കി മാറ്റി ഇതുപോലെ പെണ്ണുങ്ങളെ കൊണ്ടവിടിട്ട് പരിപാടിയാണ്. ഓരോരോ പദവിയിൽ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി, സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറഞ്ഞ് പിമ്പുമാരെ, പെണ്ണ് കൂട്ടിക്കൊടുക്കുന്നവന്മാരെ ഇവൻ കൂടെ നടത്തി വാളകത്തെ വീട്ടിൽ കൊണ്ട് ഇതുപോലെ പെണ്ണുങ്ങളെ കൊണ്ട പരിപാടിയാണ് എന്ന ഈ ഭാര്യയ്ക്ക് കിട്ടിയ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇക്കഴിഞ്ഞ ശനിയാഴ്ച ആരോടും പറയാതെ ഈ ബിന്ദു മേനോൻ അവിടേക്ക് എത്തിയത്. അവിടേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ബിന്ദു മേനോൻ കാണുന്ന കാഴ്ച ഒരുത്തിയെ കൊണ്ട് അവിടെ ഇവന്റെ ബെഡ്റൂമിൽ ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ കാച്ചപ്പന്റെ പാമ്പുകളി കണ്ട ആ സ്ത്രീ ഞെട്ടിപ്പോയി. അവർ മനധൈര്യം സംഭരിച്ച് തൻ്റെ മൊബൈലിൽ ഈ കാച്ചപ്പന്റെ ആ ദൃശ്യങ്ങൾ അവർ പകർത്തി. അവർ അപ്രകാരം ഒരു മനസാന്നിധ്യത്തോടെ അപ്രകാരം ഒരു കൃത്യം ചെയ്യുവാൻ കാരണം, ഇല്ലെങ്കിൽ ഈ കാച്ചപ്പൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പറയും, നീ അപവാദം പറയുന്നതാണ്, അത് തെറ്റായ കാര്യമാണ്, നിനക്ക് മാനസിക രോഗമാണ്, നിനക്ക് സംശയരോഗമാണ്, നീ പറയുന്നത് സത്യമല്ല എന്ന് ഇയാൾ നിന്ന് തർക്കിക്കും. കാരണം അതുപോലെ തൊലിക്കട്ടിയുള്ളവനാണ് ഇവൻ, ഇതുപോലെ ഒരു പെണ്ണുപിടിയനാണ്, ഇവനൊരു സൈക്കോപാത്താണ്, ഇവനൊരു ഞരമ്പ് രോഗിയാണ് എന്ന് ഇവന്റെ മുൻ ഭാര്യയായ യാമിനി തങ്കച്ചി പറഞ്ഞിട്ടുണ്ട്. ഈ ആഭാസന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടവർ അവരുടെ 2 ആൺമക്കളുമായി അവർ ഇപ്പോൾ സ്വൈര്യജീവിതം നയിക്കുന്നു. യഥാർത്ഥത്തിൽ ഇവൻ വെറും ഒരു സർട്ടിഫൈഡ് ഞരമ്പ് രോഗിയാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ ബിന്ദു മേനോൻ, എന്ത് കണ്ടിട്ടാണെന്ന് അറിയത്തില്ല, ഈ അലവലാദിയെ ഭർത്താവായി സ്വീകരിച്ചു. 2014 മുതൽ അവരുടെ ജീവിതം തുടങ്ങിയെങ്കിൽ പോലും ഇവന്റെ ഈ വഴിവിട്ട ജീവിതവും പെണ്ണുപിടിയും നിത്യസംഭവമായിരുന്നു, എന്നും അടിപിടിയായിരുന്നു എന്ന് ബിന്ദു മേനോൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ഇവരുടെ ഈ കുടുംബ വിഷയത്തിൽ ഇവർ പലപ്പോഴും ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞത് ഇവരുടെ ബന്ധുവായ ശ്രീലേഖ IPS യോടാണ്. ആ ശ്രീലേഖ IPS ഇന്ന് മാധ്യമങ്ങളിലൂടെ കാര്യം സ്ഥിരീകരിച്ചു. എന്നോട് ബിന്ദു മേനോൻ ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇത്തരം ഒരു നാറിയ കാര്യമായതുകൊണ്ട് ഞാനത് പരസ്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവർ പിന്മാറുകയാണ് ചെയ്തത്. ഓർക്കുക, ഈ അലവലാദിയാണ്, ഈ വ്യഭിചാരിയാണ്, ഈ ചെറ്റപ്പൊക്കിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചരിത്ര പ്രസംഗവുമായി വന്നു നിന്ന് സംസാരിച്ചത് എന്ന് ഓർക്കണം. ഈ വ്യഭിചാരിയാണ് പാവം ഉമ്മൻചാണ്ടിയെ മറ്റൊരു അഭിസാരികയെ വെച്ച് കൊടുക്കുവാൻ നോക്കിയത് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ഇത് കാലത്തിന്റെ കാവ്യനീതിയാണ്. ഇനിയും ഈ വ്യഭിചാരി ആ പത്തനാപുരത്തെ മണ്ണിൽ നിന്നും യാതൊരു കാരണവശാലും ജയിക്കാൻ പാടില്ല. പത്തനാപുരത്തെ ജനങ്ങളെ, ഈ സർട്ടിഫൈഡ് വ്യഭിചാരിയെ, ഈ ഞരമ്പ് രോഗിയെ തന്നെ വേണോ നിങ്ങൾക്ക് മന്ത്രിയായിട്ട് എന്ന് നിങ്ങൾ ചോദിക്കൂ. എന്തൊരു അഹങ്കാരമായിരുന്നു ഇവൻ, ഈ ഞരമ്പ് രോഗി. ഇവന് പെണ്ണുപിടിക്കണമെങ്കിൽ ഇവിടെ എന്തൊക്കെ മാർഗങ്ങളുണ്ട്. സർക്കാർ ശമ്പളം കൊടുത്ത് ഇവൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാരെയും ഡ്രൈവർമാരായും ഒക്കെ ഓരോരുത്തരെ വെച്ച് ഓരോരോ പെണ്ണുങ്ങളെ കൊണ്ട് ഇവന്റെ വാളകത്തെ വീട്ടിൽ ഇത് തന്നെയായിരുന്നു സ്ഥിരം പരിപാടി എന്ന് നാട്ടുകാർ പറയുന്നു. ആ നാട്ടുകാരിൽ നിന്നാണ് ഈ 2ാം ഭാര്യ ഈ വിവരം അറിയുന്നത്. ഈ വിവരമെല്ലാം അറിഞ്ഞിട്ടും ഇത്രയും പ്രശ്നങ്ങൾ വഷളായിട്ടും ഏറ്റവും അടിയന്തരമായ ഒരു മാതൃകാപരമായ നടപടിയെടുക്കേണ്ടുന്ന മുഖ്യമന്ത്രി ഇപ്പോൾ വായിൽ പഴവും തിരികിയിരിക്കുകയാണ്. പിണറായി വിജയ, തനിക്ക് നാണമുണ്ടെങ്കിൽ ഈ ഞരമ്പ് രോഗിക്കെതിരെ നിങ്ങളുടെ മന്ത്രിസഭയിലെ ഈ വ്യഭിചാരിയെ എത്രയും വേഗം ആ പദവിയിൽ നിന്നും പുറത്താക്കുക. അല്ലെങ്കിൽ ഈ കേരളത്തിലെ ജനങ്ങൾ, നിങ്ങൾ ചെയ്ത പണികളെല്ലാം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എവിടെ നിന്നോ ഒരു അശരീരി വന്നു എന്നും പറഞ്ഞ് നീയൊക്കെ കാട്ടിക്കൂട്ടിയത് ഞങ്ങൾ കണ്ടതാണ്. ആ ആവേശമൊക്കെ എവിടെ പോയി? ഇതുവരെ ഒരൊറ്റ മാധ്യമങ്ങളും രാഹുൽ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ ചടുലമായി ഈ വിഷയം കൈകാര്യം ചെയ്തു തുടങ്ങിയിട്ടില്ല എന്ന് വിഷമത്തോടെ പറഞ്ഞുകൊള്ളട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ കൊട്ടാരക്കര കാച്ചപ്പന്റെ ഈ അവിഹിതം പൊക്കിയ വാർത്ത നിങ്ങൾ പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കുക.
ഇതുപോലൊരു സർട്ടിഫൈഡ് വ്യഭിചാരിയെ ഇനി പത്തനാപുരംകാർ യാതൊരു കാരണവശാലും ജയിപ്പിക്കുവാൻ പാടില്ല. ഇവനിനി നിയമസഭ കാണരുത്. ഇവൻ വാളകത്തെ വീട്ടിൽ കുറേ പെണ്ണുങ്ങളുമായി ഇവൻ അവിടെ ഒരു വെടിവഴിപാടുശാല നടക്കട്ടെ, ഇവൻ അവിടെ ജീവിക്കട്ടെ, ഇവനെ യാതൊരു കാരണവശാലും വരുന്ന നിയമസഭയിലേക്ക് ജയിപ്പിക്കരുത് എന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കുവാനുള്ളത്. ഇത് ഈ വൃത്തികെട്ടവൻ ഉമ്മൻചാണ്ടിയോട് ചെയ്ത നീതികേടിനുള്ള തക്കതായ മറുപടിയാണ്. ഇവനിത് രാഹുലിനോട് ചെയ്ത ശോഭകേടിനുള്ള മറുപടിയാണ്. ഇനിയും ഈ വിഷയത്തിൽ ഇതുവരെ നാവുരുയാടാതെ നിൽക്കുന്നത് വി ഡി സതീശനാണ്. വി ഡി സതീശനും ഇവന്റെ വാളകത്തെ ഈ വീട്ടിലെ ഇടപാടുകാരനാണോ എന്നാണ് നമുക്കിപ്പോൾ സംശയിക്കേണ്ടുന്നത്. കാരണം ഗണേശനേക്കാളും വിഷമം ഇപ്പോൾ ഈ വിഷയത്തിൽ ഈ നെട്ടൂരിലെ പഴയ മണി ചീന്തട്ടിപ്പുകാരനായ സതീശനാണ്. ആ സതീശൻ ഈ വിഷയത്തിൽ ഒന്നും ഉരിയാടിയിട്ടില്ല. എന്തുകൊണ്ടാണ് എന്നാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. കാരണം ഇത്രയും സുപ്രധാനമായ ഇത്രയും ചൂടുള്ള ഒരു വിഷയം കിട്ടിയിട്ടും അത് ഉപയോഗിക്കുവാൻ പോലും അറിയാൻ പറ്റാതെ ശേഷിയില്ലാതെ നിൽക്കുന്ന ഈ വി ഡി സതീശൻ എന്തുകൊണ്ടാണ് ഇപ്പോഴും ആപത്കരമായ മൗനം പാലിക്കുന്നത് എന്നാണ് നമുക്ക് ചോദിക്കുവാനുള്ളത്. ഇന്ന് സ്വന്തം ഭാര്യ വന്ന് അവർ കണ്ണിന് കണ്ട കാഴ്ച മാധ്യമങ്ങളോട് പറഞ്ഞിട്ടും യാതൊരു ഉളുപ്പും മാനവുമില്ലാതെ ഈ കൊട്ടാരക്കരയിലെ ഈ ചെറ്റപ്പൊക്കി ഈ കാച്ചപ്പൻ വന്ന് നിന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് തള്ളിമറിക്കുന്നത് നമ്മൾ കണ്ടതാണ്. എന്താണ് പറഞ്ഞത്? എനിക്ക് 5000-ലധികം പ്രണയങ്ങളുണ്ട് എന്ന്. ഇവൻ നിനക്ക് 5000-മോ 10,000-മോ ആയിക്കോട്ടെ, കാരണം നീ ഒരു ഞരമ്പ് രോഗിയാണ് എന്ന് നിന്റെ അപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലൊരു മ്ലേച്ഛനായതുകൊണ്ടാണ് ആദ്യ ഭാര്യയെയും കുഞ്ഞുങ്ങളും ഈ വൃത്തികെട്ടവനെ കളഞ്ഞിട്ട് പോയത്. ജീവിതത്തിൻ്റെ ഏതോ ഒരു നശിച്ച വേളയിലായിരിക്കാം ഈ ബിന്ദു മേനോൻ ഇവനെ കെട്ടിയത്. വളരെ പ്രതീക്ഷയോടെ ആ സിനിമാ നടനാണല്ലോ, മന്ത്രിയാണല്ലോ, ഇടമലയാർ കൊള്ളക്കാരൻ്റെ മകനാണല്ലോ എന്നൊക്കെ കരുതിയാവാം ആ സ്ത്രീ ഇവനെ കെട്ടിയത്. പക്ഷേ 2014 മുതൽ ആ കെട്ടിയ അന്ന് മുതൽ ഇവൻ വീണ്ടും ചെറ്റപ്പൊക്കൽ പരിപാടികളുമായി നടക്കുന്നു. എവിടെ പെണ്ണുങ്ങളെ കണ്ടാലും അവിടെ കമന്ന് വീഴുന്ന സ്വഭാവം. പൂജപ്പുരയിലെ ഒരു പിമ്പുണ്ട്, കഴുത്തിൽ മറ്റേ ഡയറിയൊക്കെ കാണുക, എപ്പോഴും പുതിയ പുതിയ ലിസ്റ്റുകളുമായിട്ട് അവൻ കൂടെ നടക്കുകയാണ്. ഇപ്രകാരം ഒരു ആവാസനെ CBI റിപ്പോർട്ടിൽ ഇവൻ്റെ പേരിൻ്റെ പരാമർശമുണ്ട്. ഇവനാണ് ആ കൊച്ചിൻ്റെ തന്ത എന്ന CBI റിപ്പോർട്ടിലുണ്ട് എന്ന ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വാർത്ത കൊടുത്ത എനിക്കെതിരെയാണ് ഇവൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ കൊണ്ട് എനിക്കെതിരെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തത്. കൊട്ടാരക്കര കാച്ചപ്പ ഇപ്പോൾ എന്തായി എന്ന് ഞാൻ വീണ്ടും നിന്നോട് ചോദിക്കുകയാണ്. ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യുവാൻ ഞങ്ങൾക്ക് വീണ്ടും അവസരം കിട്ടിയല്ലോ എന്നോർക്കുമ്പോഴാണ് ഇതൊക്കെയാണ് കാലത്തിൻ്റെ കാവ്യനിധി എന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് രാവിലെ ഈ കൊട്ടാരക്കരയിലെ ഈ ഞരമ്പ് രോഗി അവൻ ഇന്ന് വന്ന് മാധ്യമങ്ങളെ കണ്ടത് ഒന്ന് കണ്ടിട്ട് നമുക്ക് ഉടനെ തിരികെ വരാം. ഇതൊക്കെ ഇലക്ഷൻ എടുക്കുമ്പോൾ വരുന്ന ഓരോ കാര്യങ്ങളാണ്. ഈ ഒരു മനുഷ്യൻ്റെ രാഷ്ട്രീയമാണ് നോക്കേണ്ടത്. ഇവിടെ രാഷ്ട്രീയമാണ്. ഗണേഷ് കുമാർ എന്ന ജനപ്രതിനിധി ജനങ്ങളോട് എങ്ങനെ, ജനങ്ങൾക്ക് എന്തെല്ലാം ഉപകാരം ചെയ്തു, നാടിനെന്ത്, കേരളം എന്ന സംസ്ഥാനത്തിന് എന്ത് ഗുണം ചെയ്തു. മാതൃഭൂമി പത്രം നടത്തിയ സർവേയിൽ തന്നെ ഏറ്റവും മികച്ച മന്ത്രിയായിട്ട് എന്നെ തിരഞ്ഞെടുത്തത് ജനങ്ങളാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം, ഞാൻ ചെയ്യുന്ന ജോലി, എൻ്റെ സത്യസന്ധതയുള്ള വിശ്വാസം. ഒരു രാഷ്ട്രീയക്കാരന് വേണ്ടത് അവൻ്റെ സത്യസന്ധതയും അവൻ്റെ അഴിമതിരഹിതമായ ഭരണവും ജനങ്ങൾക്ക് ഉപകാരം ചെയ്യലുമാണ്. അല്ലാതെ വ്യക്തിപരമായ കാര്യങ്ങളെ സൈബർ ഇടങ്ങളിൽ ആക്രമിക്കുന്നത്, പൈസ കൊടുത്ത് രാഷ്ട്രീയം, ഇവിടെ കോൺഗ്രസ് UDF നടത്തുന്ന ഒരു രാഷ്ട്രീയമാണത്. അതിനകത്ത് BJPയും പങ്കാളികളും. എല്ലാ രാഷ്ട്രീയമായി ഇത് ഒരു കാര്യം ഞാൻ പറയാം. പത്തനാപുരത്തെ നിയമമണ്ഡലത്തിൽ ഇത്തരം കഥകൾക്ക് യാതൊരു പ്രസക്തിയില്ല. 2001 ആരാണ് ഗണേഷ് കുമാർ എന്നറിയില്ല, വെറും സിനിമാ നടനും ബാലേഷുള്ള സാറിൻ്റെ മോഹനാണെന്ന് മാത്രം അറിയാവുന്ന ഒരു ചെറുപ്പക്കാരൻ പത്തനാപുരത്ത് എൻ്റെ മത്സരിക്കുമ്പോൾ എന്നെപ്പറ്റി പറയാത്ത അസഭ്യമില്ല. അന്ന് എൻ്റെ ഭാര്യയായിരുന്ന സ്ത്രീ എന്നെപ്പറ്റി 25 പേജുള്ളൊരു പുസ്തകം അടിച്ച് തിരുവനന്തപുരം കുടുംബ കോടതി കൊടുത്തിട്ട് അത് ഈ വീടുകളിലെല്ലാം വിതരണം ചെയ്താണ്. ക്രൈം വാരിക ലക്ഷക്കണക്കിന് അടിച്ച് ഈ നാട് മുഴുവൻ വിതരണം. ഞാൻ 10,000 വോട്ടിനാണ് ജയിച്ചത്. വലിയ നേതാവായിരുന്ന രാജീവ് ഗാന്ധി മരിച്ച ചിതാഭസ്മവുമായി പ്രചരണം നടത്തിയപ്പോൾ 1800 വോട്ടിന് കൊടിക്കുന്ന് സുരേഷ് ലീഡ് ചെയ്ത ആര്യങ്കാവ് പഞ്ചായത്തിൽ 8 വോട്ടിന് എനിക്ക് ലീഡുണ്ടായിരുന്നു. അത് 1500 വോട്ട് കൊടിക്കുന്ന് സുരേഷിന് പുറകിലായിരുന്നു. അദ്ദേഹം ചിതാഭസ്മമായി വന്നപ്പോൾ LDFന് മുൻതൂക്കമല്ല, ആര്യങ്കാവ് പഞ്ചായത്തിൽ അദ്ദേഹം 1800 വോട്ടിന് പുറകിലായിരുന്നു. പക്ഷേ ഞാൻ മത്സരിച്ചപ്പോൾ UDF സ്ഥാനാർത്ഥിയായി എനിക്ക് 8 വോട്ട് കൂടുതൽ കിട്ടിയതാണ്. അപ്പോൾ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല, ഇത് രാഷ്ട്രീയമല്ല, ഇത് കേരള ജനതയുടെ ഒരു ആവശ്യമുള്ള കാര്യമല്ല. പിന്നെ ഗണേഷ് കുമാറിന് പ്രണയമുണ്ടോ എന്ന് ചോദിച്ചാൽ മാധവിക്കുട്ടിക്ക് പ്രണയം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്ന പോലെ ഉള്ളൂ. മനസ്സിലായോ? നിങ്ങളിൽ പ്രണയിക്കാത്തവരാരാണ്? ഗണേഷ് കുമാറിന് ഒന്നല്ല 5000 പ്രണയമുണ്ട്. എല്ലാം സ്നേഹമാണ്. കാരണം പ്രണയമില്ലാത്തവൻ പൊട്ടനാണ്.
അവന് തലയ്ക്ക് എന്തെങ്കിലും അസുഖം കാണും, പ്രണയം ഉണ്ടാവും. പുനത്തിൽ കുഞ്ഞബ്ദുള്ള പറഞ്ഞിട്ടുണ്ട്, മഹാന്മാരായാൽ ജവഹർലാൽ നെഹ്റുവിന് പ്രണയം ഉണ്ടായിരുന്നു. നമ്മൾ രാജീവ് ഗാന്ധി പ്രണയിച്ചാണ് കല്യാണം കഴിച്ചത്. ജവഹർലാൽ നെഹ്റുവിന് പ്രണയം ഉണ്ടായിരുന്നു, വാജ്പേയിക്ക് ഉണ്ടായിരുന്നു. മാധവിക്കുട്ടി മരിക്കുന്നവരെയും പ്രണയിച്ചു ചൂടുള്ള പ്രണയമാണ് ആവശ്യമെന്ന് ഏറ്റവും മലയാളം ബഹുമാനിക്കുന്ന മാധവിക്കുട്ടി, ആ അമ്മ കമലാസുരയ്യ മരണം വരെയും പറയുന്ന ഒരു സ്നേഹത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചുമാണ്. ഗണേഷ് കുമാറിന് പ്രണയം ഉണ്ടോ എന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സൈബർ ഇടങ്ങളിൽ മനസ്സിലാക്കൂ, ഗണേഷ് കുമാറിന് 1 അല്ല 5000 പ്രണയമുണ്ട്. ഇത് കുശുമ്പല്ലേ? അത് തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കാരണം ഒരാളെ തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ ഞാൻ അഴിമതിക്കാരനാണെന്ന് പറയാൻ പറ്റില്ല, കെടുകാര്യസ്ഥയുള്ളവനാണെന്ന് പറയില്ല, ഞാൻ ജനങ്ങളെ ദ്രോഹിച്ചു. ഇവിടെ ഈ നിൽക്കുന്ന ജനങ്ങൾ മുഴുവൻ എന്നെ സ്നേഹിക്കുന്നവരാണ്, എന്നെ അവരുടെ സഹോദരങ്ങളായിട്ട് കാണുന്നവരാണ്. അവര് നിങ്ങൾ ഇവിടെ കുറെ നേരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നല്ലോ, ഞാൻ അവർക്ക് വേണ്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങളെ കൂടെ നിൽക്കുന്നവരാണ് അവര്. ഒരുത്തന് രാഷ്ട്രീയത്തിൽ പാവപ്പെട്ടവൻ എന്ത് ചെയ്യുന്നു, പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ നാടിനെന്ത് ചെയ്യുന്നു എന്ന് ചിന്തിക്കാനുള്ള ബുദ്ധി പത്തനാപുരത്തുകാർക്കുണ്ട്. ഇതിനേക്കാളും വലുത് കഴിഞ്ഞ മുമ്പത്തെ ഇലക്ഷനിലുണ്ടായിരുന്നു. 2013 ഞാൻ രാജിവെച്ചതിന് ശേഷം വന്ന ഇലക്ഷനിൽ എനിക്ക് ഭൂരിപക്ഷം കൂടി. എന്റെ മകൻ എന്നോട് ചോദിച്ചു, അച്ഛന് ഭൂരിപക്ഷം കൂടിയല്ലോ എന്ന് ചോദിച്ചു. ഇത്രയൊക്കെ ബഹളം ഉണ്ടായിട്ട് 2013 എന്നെ രാജിവെപ്പിച്ചു, കള്ളം പറഞ്ഞ് രാജിവെപ്പിച്ചു. വീട്ടിനകത്ത് തന്നെ, എനിക്കെപ്പോഴും വീട്ടിനകത്ത് തന്നെയാണ് ശത്രുക്കൾ, വെളിയിൽ നിന്നാരും വരാറില്ല. ബഹുമാനായ VS അച്യുതാനന്ദൻ എല്ലാവരുടെയും അഴിമതി കണ്ടെത്തുന്ന അദ്ദേഹം പോലും ഞാൻ അഴിമതിക്കാരനല്ല എന്ന് അന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നെപ്പറ്റി നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആലോചിക്കേണ്ടത്, ഒരാൾ അഴിമതിക്കാരനല്ല, രാഷ്ട്രീയത്തിലാണ്. ഞാൻ വർഗീയവാദിയല്ല, ഞാൻ അഴിമതിക്കാരനല്ല, ഞാൻ ജനങ്ങളെ ദ്രോഹിക്കുന്നവനല്ല, KSRTC ജീവനക്കാരെ ഞാൻ ദ്രോഹിച്ചിട്ടില്ല. അവരൊന്നടങ്കം എൻ്റെ കൂടെ നിൽക്കണം. ഒരാൾ ഏറ്റവും മിടുക്കനാണെന്ന് കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ളവരാണ്. അവർ പറയുന്നു ഗണേഷ് കുമാറാണ് ദി ബെസ്റ്റ് മിനിസ്റ്റർ എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുമ്പം ഇന്നലെ പറഞ്ഞല്ലോ NSS എന്നെ പുറത്താക്കി എന്നല്ലായിരുന്നു വാർത്ത. എന്തായി? NSS എന്നെ പുറത്താക്കി. എന്ത് പരാതി? അതിപ്പോ ഒരു സമുദായം വരുമ്പോൾ അതൊന്നും അല്ല, പുറത്താക്കി മാറ്റി കമ്മിറ്റി വിരിച്ചു വിട്ടു എന്നൊക്കെ ആയിരുന്നു. എന്ത്? അതൊക്കെ വെറുതെ പറയുന്നില്ല. ഇതൊക്കെ ഇലക്ഷൻ അടുത്തത് കൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പാണ്. പിന്നെ NSSൽ റോഡിലിറങ്ങി ജാഥ നടത്താൻ നിങ്ങൾ മനസ്സിലാവും. NSSൽ റോഡിലിറങ്ങി പ്രതിഷേധ ജാഥ നടത്താൻ ആഹ്വാനം ചെയ്യാൻ ഒരേ ഒരാൾക്കേ അവകാശമുള്ളൂ, അത് NSSന്റെ ജനറൽ സെക്രട്ടറിക്കാണ്. അല്ലാതെ താലൂക്ക് യൂണിയൻ പ്രസിഡന്റിനോ താലൂക്ക് യൂണിയൻ സെക്രട്ടറിക്കോ ഒന്നും ജനങ്ങളെ, നായർ സമുദായത്തിൽപ്പെട്ടവരെ റോഡിലിറക്കി മുദ്രാവാക്യം വിളിക്കാൻ അനുവാദമില്ല. ശബരിമല വിഷയം വന്നപ്പോൾ ബഹുമാനപ്പെട്ട NSSന്റെ ജനറൽ സെക്രട്ടറി അദ്ദേഹം ഒരു ശരണം വിളിച്ചുകൊണ്ടുള്ള ഒരു സമരത്തിന് ആഹ്വാനം ചെയ്തു. അത് കേരളത്തിലാകെ അലയടിച്ചു. എല്ലാ നായർ സമുദായങ്ങളും രാഷ്ട്രീയത്തിനപ്പുറമായി പങ്കെടുത്തു. അല്ലാതെ ഗണേഷ് കുമാറിനെതിരായിട്ട് ഇലക്ഷൻ എടുക്കുമ്പോൾ കോൺഗ്രസ്സുകാർക്ക് ജാഥ നടത്താനുള്ളതല്ല NSS ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയെ നയിക്കുന്ന ആളാണെങ്കിലും ഞാൻ NSSൽ രാഷ്ട്രീയം കാണാറില്ല. അപ്പോൾ ആ രാഷ്ട്രീയം അതിനിടയിൽ കൂടെ എടുത്ത് മുതലെടുക്കാൻ ശ്രമിച്ചാൽ അത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് NSSന്റെ നേതൃത്വം തീരുമാനിക്കും. പിന്നല്ലാതെ ആരാണ് പട്ടാഴിയിൽ ജാഥ നടത്തിയത്? BJPക്കാരില്ല, കമ്മ്യൂണിസ്റ്റുകാരില്ല, കേരള കോൺഗ്രസ്സുകാരില്ല, ആരുമില്ല. കോൺഗ്രസ്സുകാർ മാത്രമേ ഉള്ളൂ പട്ടാഴിയിൽ ഇന്നലെ ജാഥ നടത്തി എന്ന് പറയുന്നിടത്ത്. BJPയുടെ ഇവിടുത്തെ നേതാവ് എഴുതിയിട്ടുണ്ട്, NSSനെ ഹൈജാക്ക് ചെയ്യാൻ നോക്കണ്ട കോൺഗ്രസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇതൊക്കെ നിങ്ങൾ കാണണം. ഈ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഇതുപോലുള്ള കുറച്ച് അലവലായിത്തരങ്ങൾ വരും. അത് ഞാൻ നേരത്തെ പ്രതീക്ഷിക്കുന്നതാണ്, എല്ലാ തവണയും ഉള്ളതാണ്. ആരാണ് എന്നെ സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള ഞാൻ 2001 മത്സരിക്കുമ്പോൾ എനിക്കെതിരെ എന്തെല്ലാം അനാവശ്യം പറഞ്ഞു. പിന്നെ പ്രണയത്തെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഒരു അത്ഭുതകരമായ കാര്യമല്ല. ഗണേഷ് കുമാറിന് പ്രണയമുണ്ട്, ഇഷ്ടംപോലുണ്ട്. ഗണേഷ് കുമാറിനെ പ്രണയിക്കുന്നുണ്ട്. ഗണേഷ് കുമാർ ഞാൻ മാധവക്കുട്ടി പറഞ്ഞതുപോലെയും പുനത്തിൽ കുഞ്ഞബ്ദുള്ള പറഞ്ഞതുപോലെയും അവരൊക്കെ മഹാന്മാരാണല്ലോ. അസൂയ അതൊക്കെ കുശുമ്പ. നമ്മൾ എല്ലാവരും പ്രണയിക്കും, അപ്പോൾ ആർക്കും അസൂയ ഉണ്ടാവുമല്ലോ. പണ്ട് ഒരാളൊരു ബെൻസ് കാർ വാങ്ങിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞു, അച്ഛാ അവർ ബെൻസ് കാർ വാങ്ങിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇടാ എല്ലാവരും വാങ്ങിക്കട്ടെ, അപ്പോൾ നമ്മൾ വാങ്ങിക്കാതെ ആൾക്കാർക്ക് ഒരു വിഷമം ഉണ്ടാവത്തില്ല, അസൂയ കാണത്തില്ലോ എന്ന്. ഇത് എല്ലാവരും പ്രണയിക്കും, അപ്പോൾ അസൂയ മാറും. അല്ല, അദ്ദേഹത്തിൻ്റെ അത്രയും അധപ്പതനമില്ല. അദ്ദേഹത്തിൻ്റെ അധപ്പതനത്തെക്കുറിച്ച് നിങ്ങളാണ് പറഞ്ഞത്, ഞാനല്ല. പറയാൻ യോഗ്യനായ ആൾ തന്നെയാണ്, വളരെ യോഗ്യനാണ്. അദ്ദേഹം യോഗ്യനാണെന്ന് തെളിയിച്ചു. അദ്ദേഹം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അനുദിനം. ഇനി ആരൊക്കെ വരാൻ പോകുന്ന അറിയത്തില്ല. ഏതായാലും ഞാൻ അദ്ദേഹം ചെയ്ത കണക്കുള്ള പണിയെന്നും പറഞ്ഞ് ആരും വന്നിട്ടില്ലല്ലോ. ഇന്നും അങ്ങനെയല്ലേ? എടുത്തു നോക്കൂ. വീട്ടിനകത്ത് ശത്രു ഉണ്ടായിരുന്നല്ലോ പണ്ടും, വീട്ടിൽ നിന്നാണല്ലോ. അല്ലാതെ എന്നെ എന്നാണ് ജനങ്ങൾ എതിർത്തത്? എന്നെ എന്നാണ്? അപ്പുറത്തുനിന്ന് നിയന്ത്രണത്തിൽ വരും. ചില ആളുകളുടെ നിയന്ത്രണത്തിൽ വരുമ്പോൾ ചട്ടുകമായി മാറും ചില ആളുകൾ. അപ്പോഴും വന്നേ. അപ്പോൾ അതെവിടെ നിന്ന് വന്നു? വെളിയിൽ നിന്ന് വന്നു. ആ ആരോപണത്തിൽ യാതൊരു കഴമ്പുമില്ല. കേരളത്തിൽ എന്റെ പേരിൽ ഒരുപാട് കേസുകളുണ്ടെന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി തെറ്റിദ്ധരിപ്പിച്ചത്. പക്ഷെ എന്റെ പേരിൽ ഒരു പെറ്റി കേസ് പോലും ഇല്ല. ഒരു സിവിൽ കേസാണ് എന്റെ പേരിൽ കൊടുത്തിരിക്കുന്നത്. അല്ല, ഞാൻ ആരെയും അവിശ്വസിക്കാറില്ല.
കാരണം എന്താ പറയുക, ഞാൻ എല്ലാവരോടും ഫ്രീ ആയിട്ട് ഇടപെടും. പിന്നെ ഇത് നിങ്ങൾ കണ്ടോളൂ, എൻ്റെ ആ ഒരു നിഷ്കളങ്കതയുണ്ട്, ഞാൻ എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്ന നിഷ്കളങ്കതയുണ്ട്, അത് എന്നെ സഹായിക്കും. അത് മനുഷ്യത്വമാണ്, അത് ദൈവവിശ്വാസമാണ്. ഒന്നും ബാധിക്കില്ല. വെറുതെ പറയുന്നവർക്ക് ചീത്തയാവാന്നുള്ളതല്ല. അത് ഈ നിൽക്കുന്ന സഹോദരിമാര് ഇവരാരെങ്കിലും എന്നെ പറ്റി അനാവശ്യം പറഞ്ഞാൽ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ അവരോട് ചോദിക്കുക. ഇവരെല്ലാം സ്ത്രീകളാണ് നിൽക്കുന്നത്. ആരാ ഈ ശ്രീലേഖ? അവർക്ക് കുശുമ്പ് കൊണ്ട് നടക്കില്ലേ? അവരെ മേയറാക്കാതെ രാജേഷിനെ മേയറാക്കിയതിന് കുശുമ്പ് കൊണ്ട് പിണങ്ങി വീട്ടിയിരിക്കുന്ന MLA അടിച്ചിറക്കി എനിക്ക് അങ്ങനെ അറിയാം. അവർ BJP കാരിയാണ്, അവർ BJP കാരിയാണ്, ഞാൻ LDF കാരനാണ്, കേരള കോൺഗ്രസ്സുകാരനാണ്. ആർക്കും വിളിച്ചുകൂടെ? വട്ടുമൂത്താൽ ആർക്കും പറയാം. ഞാൻ വിളിക്കട്ടെ 112 അതങ്ങ് തള്ളിക്കളയുകയാണ്. അതിനകത്ത് ആരോപണമാണെങ്കിലും ശരിയാണെങ്കിലും തള്ളിക്കളയുന്നു. എന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ആരും ഇടപെടേണ്ട. ഞാനൊരു നല്ല പൊതുപ്രവർത്തകനാണോ? ഞാനൊരു നല്ല MLA ആണോ? ഞാൻ പാവങ്ങളോടൊപ്പം നിൽക്കുന്നുണ്ടോ? ഞാൻ അഴിമതി നടത്തുന്നുണ്ടോ? ഞാൻ വർഗീയത പ്രചരിപ്പിക്കുന്നു? ഇതൊന്നും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. എന്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ എന്നോട് ചോദിച്ചാൽ പ്രണയങ്ങളെക്കുറിച്ച് വിശദമായിട്ട് പിന്നെ പറഞ്ഞു ഭൂരിപക്ഷം കൂടും. ഇതെനിക്ക് ഭൂരിപക്ഷം കൂട്ടലുണ്ടാക്കി തരും. കാരണം വെച്ചാൽ ഇവനെ ഇനിയും തുടങ്ങിയോ, പഴയതുപോലെ ഇലക്ഷൻ എടുത്തപ്പോൾ ഇവനെതിരെ ഇനിയും തുടങ്ങിയോ എന്നുള്ള ചിന്ത ജനങ്ങളുടെ മനസ്സിലുണ്ടാവും. ഇതെനിക്ക് ഈ നിൽക്കുന്ന സഹോദരിമാർ എനിക്ക് കൂടുതൽ വോട്ട് ചെയ്യും. ഞാൻ ഉറപ്പിച്ചു പറയാം. അവർ പറയട്ടെ, അവർ ചോദിച്ചു നോക്ക്, അവരെനിക്ക് വോട്ട് ചെയ്യും. പാവങ്ങളാണ്, ഞാൻ ജയിക്കും. വൻ ഭൂരിപക്ഷം ജയിക്കും. ഈ സഹോദരിമാരോട് ഉള്ളിടത്തോളം ഞാൻ എന്നെ തോപ്പിക്കാൻ നോക്കില്ല. അത് കൈവച്ചിരുന്നാൽ മതി. അതിനെ അവരെ വെറുപ്പിക്കാമെന്ന് പറഞ്ഞാൽ ഇത്തരം കഥ ഇറക്കുന്നെങ്കിൽ കൈവച്ചിരുന്നാൽ മതി. എനിക്കതിലൊന്നും ഒരു ഭയമില്ല. പിന്നെ വ്യക്തിപരമായ കാര്യം, വീട്ടിനകത്തുള്ള കാര്യം മാധ്യമങ്ങളോട് പറയേണ്ടതില്ല എന്ന് ഞാൻ കരുതി. പക്ഷെ നിങ്ങളുടെ എനിക്ക് ഒളിച്ചു വയ്ക്കാനൊന്നുമില്ല, കേരളത്തിലെ ജനതയോട് ഒളിച്ചു വയ്ക്കാനൊന്നുമില്ല. പ്രണയം ഒരു കുറ്റമല്ല. നിങ്ങളിൽ എല്ലാവർക്കും പ്രണയമുണ്ട്, എന്നെ കേൾക്കുന്നവർക്കുണ്ട്. ചിലർ ഒളിച്ചു വയ്ക്കുന്നു, പരസ്യമായി പറയുന്നു. അത് സോഷ്യൽ മീഡിയയിൽ ഞാൻ മമ്മൂട്ടിയെ വിട്ടോ, മോഹൻലാലിനെ വിട്ടോ, മഹാത്മാഗാന്ധിയെ വിടുന്നില്ല. പിന്നെ അതോ പാവപ്പെട്ട എന്നെ? മഹാത്മാഗാന്ധിയെ വിടുന്നില്ല, പാവപ്പെട്ട എന്നെ വിടുവോ? അങ്ങനെയൊക്കെ പറഞ്ഞാൽ ജവഹർലാൽ നെഹ്റുവിനെ പിടിച്ചുകൂടെ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രണയം ഉണ്ടായിരുന്ന, ഏറ്റവും നല്ല പ്രണയം ഉണ്ടായിരുന്ന, അത് ആസ്വദിച്ച ഒരു മഹാനായ നേതാവാണ് ജവഹർലാൽ നെഹ്റു. മാധവിക്കുട്ടി, നമ്മുടെ ഇദ്ദേഹം പുന്നത്തിൽ കുഞ്ഞബ്ദുള്ള, MD വാസുദേവൻ നായർ, ഇവരെല്ലാം പ്രണയത്തെക്കുറിച്ച് പറയുകയും അതിനെപ്പറ്റി ആസ്വദിക്കുകയും ചെയ്തവരാണ്. നിങ്ങൾ പലരും അത് ആസ്വദിക്കുന്നില്ലേ? എന്തിന്? അല്ല, എന്തിനാ ഈ മനസ്സിലാകുന്ന? ഒരാളെ വ്യക്തിപരമായ കാര്യവും രാഷ്ട്രീയം തമ്മിൽ എന്ത് ബന്ധം? ഒരാൾ മദ്യപിക്കുന്നു, രാഷ്ട്രീയം അയാളുടെ സൗകര്യമില്ലയോ? അത് പിന്നെ മറ്റേ ആളെക്കുറിച്ച് പറഞ്ഞ കാര്യം എൻ്റെ അടുത്ത് മറ്റേ IVF നടത്തുന്ന കടകളിലെ ആ പാലക്കാട് ഭാഗത്തുള്ള എല്ലാ IVF നടത്തുന്ന സ്ഥാപനങ്ങളും അടച്ചു. കാരണം ഇദ്ദേഹം വന്നോടി പിന്നെ ഇദ്ദേഹം നോക്കിക്കോളും. ഈ അബോർഷൻ നടത്തുന്ന സ്ഥാപനങ്ങളും അടച്ചു. അയാളാണോ എന്നെക്കുറിച്ച് അഭിപ്രായം പറയുന്നത്? രണ്ടും അടച്ചു. സത്യമല്ലേ? ഡോക്ടർമാർക്ക് പണിയില്ലാതായി. രണ്ടും അവരെ ഏറ്റെടുത്തു. അത്തരം ആളുകളാണോ ഇതിനകത്ത് അഭിപ്രായം പറയുന്നത്? അവർക്ക് വേണ്ടി കുഴലുവാൻ നടക്കുന്നവന്മാരല്ലേ അഭിപ്രായം പറയാം? പത്തനാപുരത്ത് ഒരുത്ത അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ പ്രധാന ജോലി പാറ പൊട്ടിപ്പും അഴിമതിയും കൊള്ളയും പിടിച്ചുപറിയാണ്. ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് ദയനീയമായി തോറ്റ ആളാണ്. അതിനൊന്നും നമ്മൾ മുഖവിലേക്ക് എടുക്കണ്ട. കല്യാണം കഴിച്ച് 2 പിള്ളേരായിട്ടും KSU എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരോട് ഞാൻ എന്തോ പറയാനാ? പിന്നെന്താ? അതിനെന്താ? നമ്മൾ രാഷ്ട്രീയമായിട്ടങ്ങ് നേരിടും. വേറെ കാര്യം എന്താ? വാർത്താ സമ്മേളനം വിളിച്ചാൽ നിങ്ങൾ വാർത്ത കൊടുക്കും, അത് കാണും. ചിലർ വിശ്വസിക്കും, ചിലർ വിശ്വസിക്കത്തില്ല. എന്റെ വോട്ട് കൂടും. നിങ്ങൾക്കൊരു സംശയം വേണ്ട. പത്തനാപുരത്തുകാർക്ക് എന്നെ അറിയാം. 25 കൊല്ലമായിട്ട് എന്നെ അറിയാം. എന്റെ എക്സ്റേ വരെ അവർക്കറിയാം. ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഇവരോടൊക്കെ എത്ര സ്നേഹത്തോടെയാണ് പെരുമാറുന്നത് അവരോട് ചോദിക്കും. ഞാനങ്ങ് പോയി കഴിഞ്ഞാൽ അവരോടും ചോദിക്കും ഞാൻ എത്ര സ്നേഹത്തോടെ പെരുമാറും. അവരെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ ഇടപെടുന്നവനാണ്. ഇന്ന് ഈ നിൽക്കുന്ന ഈ നഗറിൽ കാണുന്ന എല്ലാ ഐശ്വര്യവും ഞാൻ കൊണ്ടുവന്ന എൻ്റെ പാർട്ടിക്കാരനാണ് ഈ നിൽക്കുന്ന മെമ്പർ. ഇയാളെ ഇവിടെ നിന്ന് ജയിപ്പിച്ച് ഈ നഗറിൽ കാണുന്ന ഏത് റോഡും എല്ലാ റോഡും ക്ലിയറാണ്. ഒന്ന് ഓടിച്ചു നോക്കി, വണ്ടിയൊന്ന് ഓടിച്ചു നോക്കി, എല്ലാ റോഡും ക്ലിയറാണ്. എല്ലാ വീട്ടിലും കുടിക്കാൻ വെള്ളമുണ്ട്. ഇതൊരു നഗരമാണ്, ഒരു SC നഗരമാണ്. ഈ നഗറിൽ താമസിക്കുന്ന പാവപ്പെട്ടവരുടെ എല്ലാവരുടെയും വീട്ടിൽ കുടിക്കാൻ വെള്ളമുണ്ട്, ശുദ്ധീകരിച്ച വെള്ളം. അതാണ് ഗണേഷ് കുമാർ, അല്ലെ മറ്റതല്ല ഗണേഷ് കുമാർ. അവർ സൂഹിക്കട്ടെ, ആസ്വദിക്കട്ടെ. നീ ഇത് ഒരു സുഖമല്ലേ? ഇത് വായിക്കുന്ന ഒരു സുഖമാണ്, മനസ്സിലായില്ലേ? ഈ സിനിമയിൽ നിൽക്കുന്ന കാലത്ത് ഇങ്ങനെ സംഭവമുണ്ട്. ഇപ്പോൾ ഗണേഷ് കുമാറും വേറൊരു നടിയുമായിട്ട് പ്രണയമാണെന്ന് പറഞ്ഞാൽ ആ നടിയെ അറിയാം, ഗണേഷ് കുമാറിനെ അറിയാം. അപ്പോൾ ഇമാജിൻ ചെയ്യും, കൊള്ളാലോ, എളുപ്പമുണ്ട്. ഞാനും സുമതിക്കുട്ടി അമ്മയും തമ്മിൽ പ്രണയത്തിനാണെന്ന് പറഞ്ഞാൽ സുമതിക്കുട്ടി അമ്മയെ ആർക്കും അറിയത്തില്ല, എന്നെ മാത്രമേ അറിയത്തുള്ളൂ. അവർ രണ്ടുപേരെയും അറിയാവുന്നവരാണെങ്കിൽ നല്ല രീതിയിൽ ആസ്വദിക്കാം. ഇതൊരു രോഗമാണ്. ഇത് നമ്മൾ മലയാളിക്ക് ഈ ഒരു പീപ്പിംഗ് ടെൻഡൻസി എന്നൊരു സ്വഭാവം ചില ആൾക്കാർക്കുണ്ട്. ഭൂരിപക്ഷത്തിനില്ല, കുറേ ആൾക്കാർക്കുണ്ട്. അതിൻ്റെ ഭാഗമാണ്. അവർ പീപ്പിയട്ടെ, ഒളിഞ്ഞു നോക്കിയാൽ പലതും കാണാം എന്നൊരു ചൊല്ലുണ്ട്.
തെരഞ്ഞെടുപ്പിൽ ഒരു കാര്യം ചിലർ പറയുന്നത് 5 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 6ാമത്തെ തെരഞ്ഞെടുപ്പിലാണ് ബാലകൃഷ്ണപിള്ള ആദ്യം ഒരു പരാജയത്തിലേക്ക്. അതൊക്കെ ജാതകം നോക്കിയാന്ന് ഇതൊക്കെ ചെയ്യുന്നത്. ഈ പിന്നെ പത്തനാറ് നിയമത്തിൽ പണ്ട് പറയായിരുന്നു ഒരു MLA 2 പ്രാവശ്യം കൂടുതൽ ജയിച്ചിട്ടില്ല എന്ന്. അങ്ങനൊരു അനാചാരം ഉണ്ടായിരുന്നു. ഒരു MLAയും ഇവിടെ 2 പ്രാവശ്യം കൂടുതൽ ജയിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ 5 തവണ ജയിച്ചില്ലേ. ഇതൊക്കെ അനാചാരങ്ങളോ അന്ധവിശ്വാസങ്ങളാണ്. ഇത് പിന്നെ പൂച്ച കുറുക്കിനിയാടി എന്നൊക്കെ പറയുന്നതിനൊക്കെയുള്ള അന്ധവിശ്വാസങ്ങളാണ്. കുന്താനിയും കൊണ്ടുവരുന്ന ആളിനെ കണ്ട ശകുനപ്പഴയാണ്. അയാൾ വന്ന് വീട്ടിൽ പറമ്പിൽ കളിച്ച് മരച്ചീനിയും വാഴയും വെച്ച് തന്ന് അതെടുത്ത് തിന്നുന്നതിൽ ഒരു ദണ്ണമില്ല. അതുകൊണ്ട് ഇത്തരം അന്ധവിശ്വാസങ്ങളൊന്നും ഞാൻ വിശ്വസിക്കത്തില്ല. അങ്ങനെ രാശിയും ഗീശിയൊന്നുമില്ല. ജനങ്ങൾ നന്മ ചെയ്തിട്ടുണ്ട്, അവർ ജയിപ്പിക്കും. അതിന് ഏത് രാശിയായാലും കുഴപ്പമില്ല, ഏത് ചെന്നിരാശിയായാലും കുഴപ്പമില്ല. എനിക്കിതിലൊന്നും വിശ്വാസമില്ല. ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക, ഒരാശങ്കയും വേണ്ട. ഇത് രാഷ്ട്രീയമാണ്. ഇലക്ഷൻ എടുത്തപ്പോൾ ഇന്നലെ NSS ജനറൽ സെക്രട്ടറി എന്നോട് ആവശ്യപ്പെടുകയോ ഒന്നും ചെയ്യാത്ത അദ്ദേഹം പോലും അറിയാത്ത കാര്യങ്ങൾക്ക് അദ്ദേഹം തീരുമാനിക്കും. എൻ്റെ കാര്യത്തിൽ അദ്ദേഹം എന്നോട് പറയാണ്, ഗണേഷ് കുമാർ നിങ്ങൾ രാജിവെക്കുമെന്ന് അദ്ദേഹം പറഞ്ഞാൽ ആ നിമിഷം ഞാൻ രാജിവെക്കും. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ എൻ്റെ പിതാവിൻ്റെ മരണശേഷം എൻ്റെ പിതൃസ്ഥാനീയനായി നിന്ന് എന്നെ അനുഗ്രഹിക്കുകയും സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് NSS ജനറൽ സെക്രട്ടറി. പറയാൻ എനിക്ക് യാതൊരു ലജ്ജയുമില്ല, അഭിമാനമേ ഉള്ളൂ. എൻ്റെ അച്ഛൻ മരിക്കുന്നതും എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ സുകുമാരൻ നായരുടെ കാലം മുഴുവൻ അദ്ദേഹത്തിൻ്റെ നിഴൽ പോലെ നിൽക്കണം എന്ന് എൻ്റെ അച്ഛൻ മരിക്കുന്നതിനും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പാലിച്ചിരിക്കും. അതിന് എനിക്ക് പിന്നെ സ്ഥാനമാനങ്ങൾ പ്രശ്നമല്ല. അദ്ദേഹം എനിക്ക് തന്നതാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാറേ ഒന്നും വേണ്ട, ഞാൻ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹമാണ് എന്നെ ഡയറക്ടർ ബോർഡിലേക്ക് എടുത്തത്. എന്നെ വിളിച്ച് പറഞ്ഞിട്ടാണ്, നാളെ രാവിലെ ഇവിടെ വരൂ എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയാണ് എനിക്ക് തന്നത്. അദ്ദേഹം തീരുമാനിക്കും അക്കാര്യങ്ങളിൽ. അതിനകത്തൊന്നും ഒരു തെറ്റുമില്ല. NSSനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അദ്ദേഹമാണ് തീരുമാനിക്കുന്നത്. ഞാൻ അദ്ദേഹത്തെ അനുസരിക്കുന്ന ഒരു മകനെ പോലെ ഒരാളാണ്. ഞാൻ പ്രായത്തിൽ വളരെ കുറവാണ്. അദ്ദേഹം ഇതിനെ നയിച്ച് പരിചയമുള്ള വലിയ NSSന്റെ വലിയ നേതാവാണ്. അദ്ദേഹത്തിന് കാര്യങ്ങൾ ആരും പറഞ്ഞു കൊടുക്കുകയൊന്നും വേണ്ട. അദ്ദേഹം എങ്ങനെ പറയുന്നോ അതുപോലെയായിരിക്കും പത്തനാപുരം താലൂക്കിൻ്റെ മുന്നോട്ടുള്ള പോക്ക്. ഇപ്പം എൻ്റെ അച്ഛൻ ജീവിച്ചിരിപ്പില്ല. അച്ഛനുണ്ടെങ്കിൽ അച്ഛന് പരിചയസമ്പന്നനാണ്. പക്ഷേ അദ്ദേഹത്തെ പോലെ പരിചയസമ്പന്നനായ സുകുമാരൻ നായർ സാർ പറയുമ്പോൾ ഞാൻ എൻ്റെ ഈ താലൂക്കിനെ എങ്ങനെ പോകണം എന്ന് തീരുമാനിക്കുന്നത് ജനറൽ സെക്രട്ടറി ആയി. അതിന് യാതൊരു സംശയമില്ല. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഇവിടെ കസേരയിൽ ഇരിക്കുന്നുള്ളതേ ഉള്ളൂ. അതിലൊന്നും ഒരു ആശങ്കയും വേണ്ട. NSS ഒന്നും എനിക്കെതിരല്ല. നായർ എനിക്കെതിരാണെന്ന് പറയുക, ഈഴവർ എനിക്കെതിരാണെന്ന് പറയുക, ഒന്നുമല്ല. ആരും എനിക്കെതിരല്ല. എനിക്ക് ജാതിയില്ല, മതമില്ല. ഞാനൊരു കലാകാരനായി ജീവിച്ചവനാണ്. എനിക്ക് ജാതി മതമില്ല. ഞാൻ ഇന്ന് വരെ ഒരാളോടും നിങ്ങളേത് ജാതിയാണെന്ന് ചോദിച്ചിട്ടില്ല. എൻ്റെ വീട്ടിലൊരു കാര്യത്തിന് വരുന്ന നിങ്ങളേത് പാർട്ടിയാണെന്ന് ചോദിച്ചിട്ടില്ല. അതിലെനിക്ക് അഭിമാനമുണ്ട്. അത് ഈ നാട്ടുകാർക്കറിയാം. അതുകൊണ്ട് ഇതൊന്നും എന്നെ ബാധിക്കത്തില്ല. പറയുന്നവർക്ക് ഏത് ലേഖയ്ക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയാം, കുഴപ്പമൊന്നുമില്ല. അതൊക്കെ അവരെ പറ്റി നിങ്ങൾ തന്നെ പറയുന്നതല്ലേ. പ്രധാനമന്ത്രി വന്നപ്പം മാറി സൗന്ദര്യപ്പണക്കമായിട്ട് മാറി മരത്തിൻ്റെ മൂട്ടി പോയി എന്ന് അവരെ പറ്റി ഞാനെന്തോ പറയണം. അവരെക്കുറിച്ച് പറഞ്ഞ ആശാന്മാരെ പറ്റിയൊക്കെ മനസ്സിലായില്ല എല്ലാവർക്കും. അത് എല്ലാവരെയും പശ്ചാത്തലമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഞാൻ അറിയാത്തൊന്നുമില്ല. ഒരുപാട് നാളായി ഈ രംഗത്ത്. സിനിമയിലും രാഷ്ട്രീയത്തുമായിട്ട് 25 കൊല്ലത്തിൽ 40 കൊല്ലത്തോളം സിനിമയിൽ നിൽക്കണേ. ഞാൻ ഗോസിപ്പ് കേട്ട് വന്നവനാണ്. പണ്ടൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ ഈ നമ്മുടെ നാനയും വെള്ളി നക്ഷത്രമൊക്കെ ഉള്ളപ്പോൾ ഒരു ഗോസിപ്പ് വരണേന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ വന്നില്ല. ഇപ്പോൾ ഗോസിപ്പാ വരട്ടെന്നേ, നല്ലതല്ലേ. ഒന്നുമില്ലെങ്കിൽ ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അത് കേട്ട് ആസ്വദിക്കാമല്ലോ. ഈ രംഗങ്ങളൊക്കെ ഇങ്ങനെ ചിത്രീകരിച്ച് മനസ്സിൽ കണ്ട് ആസ്വദിക്കാം. ഞാനത് തീർത്തും പറഞ്ഞു. ഗണേഷ് കുമാറിന് പ്രണയമുണ്ടോ എന്ന് ചോദിച്ചാൽ മാതേക്കുട്ടി അമ്മ പറഞ്ഞ പോലെയുള്ളൂ. ഗണേഷ് കുമാർ മരിക്കുന്നവരെയും പ്രണയിച്ച് തന്നെ പിന്നെ അതിനൊന്നും ഒരു പ്രശ്നമില്ല. ഇവിടെ നാട്ടുകാർക്ക് അറിയാം ഞാൻ എങ്ങനെയുള്ളവരാണ്. അവരൊക്കെ എൻ്റെ അടുത്ത് വരികയും ഒരു സഹോദരനെ പോലെ ഇടപെടുകയും ചെയ്യുന്ന ആളാണ്. എൻ്റെ ഭാഗത്ത് മാന്യതയില്ലാത്തൊരു പെരുമാറ്റം ഉണ്ടാകില്ല ഒരു സ്ത്രീക്കും. ഉണ്ടായിട്ടുമില്ല, ഉണ്ടാകുകയുമില്ല. പലർക്കും കുഴപ്പമെന്ന് പറയാം. എന്നെ എന്താ കുറ്റം പറയാത്തതെന്നാണ് ചോദിക്കുന്നത്. അത് എൻ്റെ കുറ്റമാണോ? പ്രിയമുള്ളവരെ, ഈ കൊട്ടാരക്കര കാച്ചപ്പൻ്റെ, ഈ കൊട്ടാരക്കര ആബാസിൻ്റെ, ഈ കൊട്ടാരക്കര കൊണേശൻ്റെ ആ കോൺഫറൻസ് നിന്ന് നോക്കി. സ്വന്തം ഭാര്യ, സ്വന്തം 2ാം ഭാര്യ വന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ അവർ കണ്ട കാഴ്ച, അവർ മൊബൈലിൽ പകർത്തിയ കാഴ്ച കൃത്യമായി പറഞ്ഞിട്ടും യാതൊരു ഉളുപ്പുമില്ലാതെ ഇവൻ വന്നെന്ന് പറയുകയാണ്. ഇലക്ഷൻ എടുക്കാറായപ്പോൾ ഇതെല്ലാം കോൺഗ്രസ്സുകാരുടെ കളിയാണ്, ഇതെൻ്റെ പേഴ്സണൽ കാര്യമാണ്. എടാ, ഇത് നിന്റെ പേഴ്സണൽ കാര്യമാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നീ എന്തൊക്കെയാണ് ഇവിടെ വിളിച്ചു പറഞ്ഞത്? അതുകൊണ്ട് ഇത് നിനക്ക് കാലം കരുതി വെച്ചതാണെന്ന് കരുതുക ഗണേഷ് കുമാറെ. അതുപോലെ ഗണേഷ് കുമാറിൻ്റെ ഭാര്യ പറഞ്ഞത് വളരെ കറക്റ്റാണ്. അതിനെ സാധൂകരിക്കുന്നതാണ് മുൻ DGP ആയ ശ്രീലേഖയുടെ ആ അഭിപ്രായം. അവർ പറയുന്നുണ്ട്, ബിന്ദുമേനോൻ തന്നെ വിളിച്ചിരുന്നുവെന്നും ഈ കാര്യങ്ങളെല്ലാം പങ്കുവച്ചിരുന്നു എന്നും പറയുന്നുണ്ട്. അതുപോലെ 112-ൽ വിളിച്ച് പറയുവാൻ ശ്രീലേഖയാണ് അവരോട് ആവശ്യപ്പെട്ടത്. അപ്പോൾ ആർക്കും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. 112-ൽ അവർ കൃത്യമായി കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ ആ തെളിവുണ്ട്. അതിൻ പ്രകാരം പോലീസുകാർ അവിടെ എത്തിയിട്ടുണ്ട്.
ഇപ്രകാരം ഒരു വീട്ടിൽ എത്തിയിട്ടും ആ പോലീസുകാർ പടിപ്പുരയ്ക്ക് പുറത്താണ് നിന്നത്. വളരെ ഗുരുതരമായ വീഴ്ചയാണ് പോലീസുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഈ ഞരമ്പ് ഗണേഷ് കുമാർ, ഈ ക്രിമിനൽ, ആ സ്ത്രീയെ കൊന്നുകളഞ്ഞിരുന്നുവെങ്കിൽ, കൊന്നു മൃതദേഹം ഒളിപ്പിച്ചിരുന്നുവെങ്കിൽ ആ പോലീസുകാർ അതിന് കൂട്ടുനിന്ന് അവന്മാർ മിണ്ടാതെ പോകില്ലായിരുന്നു. ഒരു മന്ത്രിയുടെ ഭാര്യയ്ക്കാണ് ഈ അവസ്ഥയെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ അവസ്ഥ എന്താണ്? അന്നേരം ഇപ്രകാരം ഇത് പോലീസിന് സ്വമേധയാ കേസെടുക്കാൻ വകുപ്പുള്ളൊരു വിഷയമാണ്. അവർ ഇവനെ ഭയപ്പെടുന്നു. സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രിയുടെ സ്ഥാനത്ത് ഇപ്രകാരം ഒരു ഞരമ്പ് രോഗിയെ, ഒരു ആഭാസനെ, ഒരു വ്യഭിചാരിയെ ഇരുത്തിക്കൊണ്ട് ഈ കേസ് അന്വേഷണം മുന്നോട്ട് പോയാൽ തൻ്റെ ജീവന് അപകടമാണ് എന്ന് ആ സ്ത്രീ ഭയപ്പെടുന്നു. അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് നട്ടലുണ്ടെങ്കിൽ രാഹുൽ മാങ്കുട്ടത്തിലിന്റെ വിഷയത്തിൽ കാണിച്ച അതിന്റെ ഒരു 100-ൽ 1 അംശമെങ്കിലും കാണിക്കുവാൻ ആർജവമുണ്ടെങ്കിൽ എത്രയും വേഗം ഈ ആഭാസനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തുക, അതിനുശേഷം അന്വേഷണം പ്രഖ്യാപിക്കുക. അപ്രകാരം ചെയ്തു കഴിഞ്ഞാൽ താങ്കളുടെ ജനപ്രതിനിധി വർദ്ധിക്കും. ഒരു യുക്തമായ നടപടിയെടുത്തു. അതല്ലെങ്കിൽ രാഹുൽ വിഷയത്തിൽ താങ്കൾ കാണിച്ച ഇരട്ടത്താപ്പ് ഇവിടുത്തെ ജനങ്ങൾ തിരിച്ചറിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇനി പരാതിയുടെ കുറവാണ് ഉള്ളതെങ്കിൽ രേഖാമൂലം KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് യദു കൃഷ്ണ DGPക്ക് പരാതി കൊടുത്തു കഴിഞ്ഞു. ഇനി രേഖാമൂലം പരാതിക്കാരില്ല എന്ന് പറഞ്ഞ് അമാന്തിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഓൺലൈനിൽ KPCC പ്രസിഡന്റിൻ്റെയൊക്കെ പരാതി കിട്ടുമ്പോൾ എത്ര ചടുലമായാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെയൊക്കെ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തിലും ഒരു നീതി ഉണ്ടാവണം. ഈ ആഭാസനെ, ഈ ഞരമ്പ് രോഗിയെ എത്രയും വേഗം മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കുക, മാതൃകാപരമായ നടപടിയെടുക്കുക. ഇനി മന്ത്രി ഗണേഷ് കുമാറിൻ്റെ ഭാര്യ പറഞ്ഞത് സത്യമാണ് എന്ന് സാധൂകരിക്കുന്ന മുൻ DGP ശ്രീലേഖ IPSന്റെ ആ വാക്കുകൾ കേട്ട ശേഷം ഉടനെ മടങ്ങി വരാം. അതെ, ശനിയാഴ്ച ഉച്ചയ്ക്ക് ഏകദേശം ഒരു 1:30-2 ബിന്ദു എന്നെ വിളിച്ചിരുന്നു. ഡിസ്ട്രസ്ഡ് ആയിരുന്നു ആള്. അപ്പൊ ഞാൻ ബിന്ദു എന്നോട് പറഞ്ഞു ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്, അറ്റാക്കൊക്കെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇതാണ് സംഭവം എന്നും പറഞ്ഞു. അതിന്റെ വിവരിക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട് പറയുന്നില്ല. ബിന്ദു എന്നോട് എന്താ ചേച്ചി ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ 112 വിളിക്കൂ. 112-ൽ വിളിച്ചിട്ട് പോലീസിനോട് വരുമ്പോൾ അവര് പോലീസ് ഹെൽപ്പ് ചെയ്യും എന്ന് പറഞ്ഞു. അപ്പൊ അതാണ് ഉണ്ടായത്. അത് കഴിഞ്ഞ പോലീസ് വന്നിട്ടും സംസാരിച്ചിരുന്നു. പിന്നെ എന്താ നടന്നതെന്ന് ഞാൻ പറയുന്നില്ല, കാരണം അത് ബിന്ദുവിന്റെ കാര്യമാണല്ലോ. അപ്പൊ ഷീ വിൽ ഹാവ് ടു റിവീൽ. അത് പോലീസ് ഇത് സെൻസിറ്റീവ് ആണല്ലോ, ഇഷ്യൂ സെൻസിറ്റീവ് ആയതുകൊണ്ട്, ബിക്കോസ് സമയവും അതല്ലേ, ഇലക്ഷനൊക്കെ വരുന്ന ഒരു സമയമായതുകൊണ്ട് പോലീസിനെ ചിലപ്പോൾ കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നിരിക്കും സീനിയർ ലെവലില്. പ്രിയമുള്ളവരെ, ഇത്രയും ഗുരുതരമായ ഒരു വിഷയമുണ്ടായിട്ടും ഈ വിഷയത്തിൽ ശക്തമായ പ്രതികരണവുമായി മാധ്യമങ്ങളിൽ നിറയേണ്ടുന്ന ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് ആ കേക്കച്ചൻ എവിടെ പോയി? KPCCയുടെ പ്രസിഡന്റ് ആ അരമനക്കിങ്ങിണി എവിടെ പോയി? ഇത്രയും കഴിവുകെട്ട ഒരു പ്രതിപക്ഷം ഈ കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? എന്നാൽ രാഹുലിനെതിരെ ഇപ്രകാരം ഒരു ആരോപണം വന്നപ്പോൾ നമ്മൾ കണ്ടതാണ് ഇവന്മാർ എന്തൊക്കെ പുകിലുകൾ കാട്ടി. ആരെങ്കിലും ഈ ഒരു വിഷയത്തിൽ ശക്തമായി പ്രതികരിക്കുന്നുണ്ടോ? അന്ന് വിത്തുകാളയുമായി വന്നവന്മാർ എതിലേ പോയി? ഈ കോൺഗ്രസ്സുകാരന്മാർക്ക് ഒരു നട്ടലുണ്ടായിരുന്നുവെങ്കിൽ, കഴിവുള്ള ഏതെങ്കിലും ഒരു യുവനേതാവിനകത്തുണ്ടായിരുന്നുവെങ്കിൽ അന്ന് ഇവന്മാർ കൊണ്ടുവന്ന ആ വിത്തുകാളയെ ഇന്ന് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ, അല്ലെങ്കിൽ ഇവന്റെ ഈ കൊട്ടാരക്കര കാച്ചപ്പന്റെ ഔദ്യോഗിക വസതിയുടെ മുന്നിൽ കൊണ്ട് ആ വിത്തുകാളയെ കെട്ടില്ലായിരുന്നോ? അതുകൊണ്ട് അവർ പ്രഖ്യാപിക്കത്തില്ലായിരുന്നോ ഈ വിത്തുകാളയെ ആവശ്യം രാഹുലിനല്ല, ഈ വിത്തുകാളയ്ക്കാണ്? പലത് കെട്ടിയിട്ടും അടങ്ങാത്ത, ഇത്രയും പ്രായമായിട്ടും ഈ വിഗ്ഗും വെച്ച് നടക്കുന്ന ഈ കൊട്ടാരക്കര കുളക്കോഴി, ഈ കൊട്ടാരക്കര കൊണേശനാണ് വിത്തുകാളെ എന്ന് പ്രതീകാത്മകമായി കൊണ്ട കെട്ടാമായിരുന്നു. ഈ യുവനേതാക്കന്മാർ ഒരാൾ പോലും ഇതുവരെ അതിന് തയ്യാറായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. അതുപോലെ നമ്മുടെ പാപ്പരാസികൾ, മുട്ടൽ മരമുറ കൊള്ളക്കാരന്മാർക്കും 24 ചാനലിനും ഏഷ്യാനെറ്റിനും ഒന്നും അത്ര ആവേശം പോരാ. രാഹുൽ വിഷയം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ആവേശം ഒറ്റയൊരുത്തനും ഈ വിഷയത്തിൽ കാണുന്നില്ല. യാതൊരു രക്ഷയുമില്ല. സ്വന്തം ഭാര്യ തന്നെ കൃത്യമായി രംഗത്തിറങ്ങി ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ് കഴിഞ്ഞ 3 ദിവസമായിട്ടും കഴിഞ്ഞ ശനിയാഴ്ച നടന്ന ഈ വിഷയം ഇപ്പോൾ വാർത്തയായി പുറത്തു വരുന്നത്. പലതരത്തിലും ഇനി അട്ടിമറിക്കാൻ ശ്രമിച്ചു. ഈ കൊട്ടാരക്കരയിലെ ഈ കാച്ചപ്പൻ അവരെ വിരട്ടാൻ നോക്കി. പല മാധ്യമ സ്ഥാപനങ്ങളെയും വിളിച്ച് വാർത്ത കൊടുക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഇത് സമൂഹ മാധ്യമത്തിലൂടെ മാത്രം പല പോസ്റ്റുകളായി പാറി നടന്ന ഈ വിഷയം ഇപ്പോൾ ഇതാ
വാർത്തയായി വന്നതിൻ്റെ കാരണം ഭാര്യ ബിന്ദു മേനോൻ തന്നെ താനിത് നേരിട്ട് കണ്ടുവെന്നും തൻ്റെ ഫോണിൽ ഇതിൻ്റെ കൃത്യമായ തെളിവുണ്ടെന്നും പറഞ്ഞാണ് അവർ രംഗത്ത് വന്നിരിക്കുന്നത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. 2014 വിവാഹം കഴിഞ്ഞ അന്ന് മുതൽ ഇവൻ ഇതുപോലെ ചെറ്റപ്പൊക്കലാണ് ഇവൻ്റെ പരിപാടി. വാളകത്തെ തറവാട് സ്ഥിരം ഇത്തരത്തിലുള്ള ആഭാസ തരങ്ങൾക്കുള്ള കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണെന്നാണ് അവർ തന്നെ പറയുന്നത്. അങ്ങനെ വളരെ സർപ്രൈസ്ഡായി കഴിഞ്ഞ ശനിയാഴ്ച ഉച്ചയോടുകൂടി ചെന്നപ്പോൾ അവർ കണ്ട കാഴ്ച ഈ കൊട്ടാരക്കര ഗണേശൻ്റെ കാമലീലകളാണ്. അവർ അത് ഓർക്കുക, ഒരു ഭാര്യയുടെ മാനസികാവസ്ഥ ഓർക്കുക. ഇത് നേരിട്ട് കണ്ടുകൊണ്ട് ചെല്ലുന്ന ആ സ്ത്രീ തൻ്റെ മൊബൈലിൽ ആ രംഗം പകർത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ ഇവൻ്റെ ഡ്രൈവർമാരും ഇവൻ്റെ PS-മാരെന്ന് പറഞ്ഞ് നടക്കുന്ന പിമ്പുകളും ചേർന്ന് അവരുടെ കയ്യിൽ നിന്നും ആ മൊബൈൽ പിടിച്ചു പറിക്കുവാൻ ശ്രമിക്കുന്നു, അവരെ പിന്തിരിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. അവർ തന്നെ പറയുന്നു, മനോജ് എന്ന് പറയുന്ന ഒരു പിമ്പ് അവൻ ഇവരുടെ കാലിൽ വീണ് മാപ്പ് പറഞ്ഞു കരഞ്ഞു, സാറിന് ഒരു അബദ്ധം പറ്റി ക്ഷമിക്കണമെന്നും പറഞ്ഞ് ആ കൂട്ടുകുടുപ്പുകാരൻ മനോജ് ഇവരുടെ കാലിൽ പിടിച്ച് കരഞ്ഞു എന്നാണ് പറയുന്നത്. അതിൻ്റെ അടക്കം തെളിവുകളും ദൃശ്യങ്ങളും ഉണ്ടെന്നാണ് ബിന്ദു മേനോൻ പറയുന്നത്. ഓർക്കുക, ഈ ഗതികെട്ട ഈ വ്യഭിചാരിയാണ് കേരള സംസ്ഥാനത്തിൻ്റെ ഗതാഗത വകുപ്പ് മന്ത്രി എന്ന് പറയുമ്പോൾ കേരളമേ ലജ്ജിച്ച് തലതാഴ്ത്തുക. ഇവൻ പിണറായി സർക്കാരിനൊരു അലങ്കാരമാണ്. കൊട്ടാരക്കരയിലെ മറ്റൊരു കോഴിയായ മുകേഷിനും അതുപോലെ പത്തനാപുരത്തെ മറ്റൊരു മുതുകോഴിയായ ഗണേഷ് കുമാറിനെയും ഇടതും വലതും നിർത്തി പിണറായി വിജയൻ അങ്ങനെ അഭംഗുരം മുന്നോട്ട് പോകുകയാണ്. ഇവന്മാരാണ് അവിവാഹിതനായ ഉഭയകക്ഷി സമ്മതപ്രകാരം ബന്ധമുണ്ടായിരുന്ന രാഹുൽ മാങ്കുട്ടത്തെ സ്മാർത്ത വിചാരം ചെയ്ത് ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. തങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു യുവനേതാവിനെ ഇതുപോലെ നശിപ്പിക്കുവാൻ ശ്രമിച്ച ഇവർക്കെതിരെ പ്രതികരിക്കുവാൻ ഏറ്റവും നല്ലൊരു മികച്ച അവസരം ലഭിച്ചിട്ടും ഈ VD സതീശൻ എന്ന ആ നാണം കെട്ടവൻ വായിൽ പഴവും തിരികെ എവിടെയോ പോയി ഒളിച്ചിരിക്കുകയാണ്. ഇതല്ലേ സതീശ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്? കഴിഞ്ഞ 10 കൊല്ലം വരി ഉടച്ച വണ്ടിക്കാളുകളെ പോലെ നടക്കുന്ന പ്രതിപക്ഷമേ ലജ്ജിച്ച് തലതാഴ്ത്തുക. ഇതുപോലെ ഒരു അവസരം വീണ് കെട്ടിയിട്ടും അത് ഉപയോഗിക്കാൻ അറിയാവാത്തമാന്മാർ പല യുവനേതാക്കന്മാരും പേടിച്ച് ഭയപ്പെട്ടിരിക്കുകയാണ്. ഇനി അവർ പ്രതികരിച്ചിട്ട് ഈ കേക്കച്ചനന്മാർക്കിട്ട് വീണ്ടും പണി കൊടുക്കുമോ എന്ന് പേടിച്ചാണ് പല യുവനേതാക്കളും മറുപടി പറയാത്തത്. എന്നാൽ എന്തോ ജബി മേത്തർ പതുക്കെ അവരെങ്കിലും ഇത് കണ്ട് പ്രതികരിച്ചു. ആ ജബി മേത്തറിന്റെ പ്രതികരണം കണ്ട ശേഷം ഉടനെ കൂടുതൽ വാർത്തകളുമായി നമുക്ക് ഉടനെ മടങ്ങി വരാം. ഗണേഷ് കുമാറിന്റെ ഭാര്യ ശ്രീമതി ബിന്ദു മേനോൻ കോൺഗ്രസ് ആണോ? കോൺഗ്രസ് പ്രതിനിധിയാണോ? അദ്ദേഹത്തിന്റെ ഭാര്യയല്ലേ? കേരളം ഇപ്പോൾ കേട്ടതല്ലേ, ഞാനും നിങ്ങളും ഒക്കെ കേട്ടതല്ലേ മന്ത്രിയുടെ ഭാര്യ പറഞ്ഞത് എന്താണ്? അവിടെ ഇത്രയും മോശമായ ഒരു സാഹചര്യത്തിൽ ആ വീട്ടിലേക്ക് കടന്നു ചെന്നു, ഫോണിൽ ചിത്രീകരിച്ചു, പടം ഉൾപ്പെടെ വീഡിയോ ഉൾപ്പെടെ ഫോട്ടോ ഉൾപ്പെടെ എന്റെ പക്കലുണ്ട്, ഞാനത് പലർക്കും അയച്ചു കൊടുത്തു എന്ന് മന്ത്രി പറയുമ്പോൾ മന്ത്രിയുടെ ഭാര്യയെ ആക്രമിക്കുന്നത് പറഞ്ഞത് കോൺഗ്രസ് ആണോ? കോൺഗ്രസിന്റെ ആരെങ്കിലും ആണോ പറഞ്ഞത്? ഇപ്പൊ ഞാനും നിങ്ങളും ഒക്കെ കേട്ടത് മന്ത്രിയുടെ ഭാര്യ പറഞ്ഞത് തന്നെയല്ലേ? അപ്പോൾ ഇത്തരത്തിൽ സിനിമ ഡയലോഗ് ഇറക്കിയത് കൊണ്ട് കാര്യമില്ല. ഒരാളല്ല 5000 പേരോട് പ്രണയമുണ്ട് എന്നൊക്കെ പറയുന്നത് സിനിമയിലെ ആരെങ്കിലും സ്ക്രിപ്റ്റ് എഴുതി കൊടുത്താൽ മന്ത്രിക്ക് സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പോൾ പറയാം. ഇത് ജനങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹത്തിന് ബാധ്യതയുണ്ട്. അദ്ദേഹത്തിന് ഇതേക്കുറിച്ച് കൃത്യമായി പറയാൻ, ഇതിനെതിരെ നടപടിയെടുക്കാൻ എന്നുള്ളത് കേരള ഗവൺമെന്റിന്റെ ആഭ്യന്തര വകുപ്പിന്റെ പോലീസിന്റെ ഇതുവരെയുള്ള സംഭവങ്ങൾ നിരീക്ഷിച്ചാൽ തീർച്ചയായും വലിയ വീഴ്ചയാണ് ആഭ്യന്തര വകുപ്പിന്റെയും പോലീസിന്റെയും ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇത്തരക്കാരെ സംരക്ഷിക്കുക, സംരക്ഷണ കവചം ഒരുക്കുക എന്നുള്ള ഒരു സമീപനം തന്നെയാണ് മുഖ്യമന്ത്രി എടുക്കുന്നത്. മുഖ്യമന്ത്രിയോട് തന്നെ ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, ആ ഭാര്യയുടെ കരച്ചിൽ മുഖ്യമന്ത്രി കേൾക്കുന്നില്ലേ? ആ ഒരവസ്ഥ മുഖ്യമന്ത്രി കാണുന്നില്ലേ? മുഖ്യമന്ത്രിയുടെ മകളോട് വീണയോട് ഇത് പറഞ്ഞു എന്ന് ആ മന്ത്രിയുടെ ഭാര്യ പറയുമ്പോൾ അത് ആഭ്യന്തര വകുപ്പിന്റെ വീട്ടിൽ തന്നെ അറിയിച്ച ഒരു സാഹചര്യം ഉണ്ടായിട്ടും ഇതുവരെയും അവർക്ക് ഒന്നും ലഭിക്കാത്ത കൊണ്ടാണല്ലോ അവർ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് നിന്നത് പറയേണ്ട ഒരു അവസ്ഥ വന്നത്. അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും പറയുന്നു, ഇത് ഒരു സിനിമ ഡയലോഗിൽ മന്ത്രി ഗണേഷ് കുമാറിന് സിനിമയിൽ പറയുന്ന പോലെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. കൃത്യമായ നടപടി
ഈ കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും കേരളം പ്രതീക്ഷിക്കുന്നു. MP 112 വിളിച്ചു എന്ന് പറയുന്നു. ഇതിലിപ്പോ എന്താ വെച്ചാൽ അവര് പരാതിയുമായിട്ട് ഇനി എവിടെയും പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സംഭാഷണം അവസാനിപ്പിക്കുന്നതൊക്കെ. അപ്പൊ ഈ 112 വിളിച്ചു കഴിഞ്ഞാൽ ഓർലി ഒരു പരാതി കൊടുത്തിട്ട് അത് അവഗണിച്ചിട്ടുണ്ടെങ്കിൽ പോലീസിനെതിരെ ഇനി മഹിളാ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് പ്രതിഷേധങ്ങൾ ഉണ്ടാവുമോ? തീർച്ചയായും 112 വിളിച്ചു കഴിഞ്ഞാൽ പോലീസിന് അങ്ങനെ ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ പോലീസ് അത് അന്വേഷിക്കേണ്ട. അല്ലാതെ പോലീസ് ദേ വന്നു ദാ പോയി എന്ന് തരുന്ന സമീപനമാണോ പോലീസ് സ്വീകരിക്കേണ്ടത്? ഒരു സ്ത്രീക്ക്, ഞാൻ വീണ്ടും പറയുന്നു, കേരളത്തിൽ ഇന്ന് ഭരിക്കുന്ന ഒരു മന്ത്രിയുടെ ഭാര്യയ്ക്ക് പോലും കേരളത്തിൽ നീതി ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ സുരക്ഷ എന്താണ് എന്ന് പോലും നമ്മൾ ഈ വിഷയത്തിൽ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. മഹിളാ കോൺഗ്രസ് ശക്തമായി തന്നെ ഇതിനെതിരെ പ്രതിഷേധിക്കും, പ്രതികരിക്കും. ഞങ്ങളോടൊപ്പം CPMന്റെ ശൈലജ ടീച്ചറും ശ്രീമതി ടീച്ചറും ഒക്കെ അണിനിരക്കണം എന്നുകൂടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. മന്ത്രി പത്നിക്ക് പോലും കേരളത്തിൽ ഒരു സ്ത്രീക്ക് ഇതാണ് അവസ്ഥ എന്നുള്ളത് കൂടി നമ്മൾ തിരിച്ചറിയുകയാണ്. ഇത്രയും ഒരു സാഹചര്യത്തിൽ പോലീസിനെ സമീപിച്ചപ്പോൾ പോലീസ് പോലും മന്ത്രിയുടെ പത്നിക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ നൽകിയില്ല എന്ന് മാത്രമല്ല, ആ പോലീസിനെ വിളിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു പരാതിയുണ്ടോ, പരാതി ലഭിച്ചിട്ടുണ്ടോ, കേസെടുത്തിട്ടുണ്ടോ, എന്താണ് അതിന്റെ ഒരു സാഹചര്യം? മന്ത്രിയുടെ ഭാര്യ ബിന്ദു മേനോൻ തന്നെ പറയുകയാണ്, പോലീസിനോട് അഭ്യർത്ഥിച്ചു, മുഖ്യമന്ത്രിയുടെ മകൾ വീണയോട് അഭ്യർത്ഥിച്ചു. അപ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ വീട്ടിലേക്ക് പോലും വിളിച്ച് ഒരു മന്ത്രിയുടെ ഭാര്യ താണ് കേണ് കരഞ്ഞ് അപേക്ഷിച്ചിട്ടും അനങ്ങാപ്പാറ നയമാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത്. മന്ത്രി ഗണേഷ് കുമാറിനെ സംരക്ഷിക്കുന്ന സമീപനമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുള്ളത്. ഇതിൽ കേരളത്തിലെ സ്ത്രീകളെ വഞ്ചിക്കുകയാണ്. പിണറായി കാലം എന്നാൽ കണ്ണീർ കാലമാണ് എന്ന് മഹിളാ കോൺഗ്രസ് ഇന്നലെ വഞ്ചനാ ദിനമായി ആചരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം കൂടിയാണ്. ഞങ്ങൾ ഒരു കാര്യം കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെയും അതേപോലെ തന്നെ വനിതാ നേതാക്കന്മാർ CPMന്റെ വനിതാ നേതാക്കന്മാർക്ക് ഇതേക്കുറിച്ച് എന്താണ് പറയുവാനുള്ളത്? ശൈലജ ടീച്ചറും ശ്രീമതി ടീച്ചറും ഒക്കെ ഈ കാര്യത്തിൽ CPMനൊപ്പമാണോ, മുഖ്യമന്ത്രിക്കൊപ്പമാണോ, മന്ത്രി ഗണേഷ് കുമാറിനൊപ്പമാണോ, അതോ നീതി തേടി ശബ്ദിക്കുന്ന മന്ത്രിയുടെ ഭാര്യക്കൊപ്പമാണോ എന്നുള്ളത് വ്യക്തമാക്കേണ്ടതുണ്ട്. ഇത് ആദ്യത്തെ സംഭവമല്ല എന്ന് നമുക്കറിയാം. ഇതിനു മുൻപും മന്ത്രി ഗണേഷ് കുമാറിന്റെ വിഷയത്തിൽ ഇതിനു മുൻപും നിരവധി കാര്യങ്ങൾ നമ്മൾ ലജ്ജയോടെ കേരളം കണ്ടിട്ടുണ്ട്, തല കുനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും പറയുന്നു, മന്ത്രി ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കണം. ഈ പറഞ്ഞ പരാതിയിൽ കൃത്യമായ അന്വേഷണം ഉണ്ടാകണം. മന്ത്രിയുടെ ഭാര്യയെ കയ്യേറ്റം ചെയ്തു ആക്രമിച്ചു, ഫോൺ തട്ടിപ്പറിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് മന്ത്രിയുടെ ഭാര്യ തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഈ സാഹചര്യത്തിലെല്ലാം മന്ത്രിയുടെ ഭാര്യയ്ക്ക് സംരക്ഷണം കൊടുക്കണം. ആ മന്ത്രിയുടെ ഭാര്യയുടെ വേദന ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇതിന് തീർച്ചയായും ഒരു നടപടി ഉണ്ടാകണം എന്ന് ഉറക്കെ ഞങ്ങൾ പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിലൊക്കെ കൃത്യമായ നിലപാട് കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ച് കഴിഞ്ഞ കാര്യമാണ്. അതിലേക്ക് നമ്മൾ വീണ്ടും പോകേണ്ട കാര്യമില്ല. കൃത്യമായ നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ എന്ത് സമീപനം എടുക്കുന്നു, മുഖ്യമന്ത്രി എന്ത് പറയുന്നു? മന്ത്രി ഗണേഷ് കുമാറിന്റെ ഭാര്യയാണ് പൊതുസമൂഹത്തിനോടായി വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ അവിടെ ഇവിടെയും ഇരുന്ന് ആരെങ്കിലും പറയുന്ന കാര്യത്തിലല്ല ഞങ്ങളാരും. ഞാൻ ഇപ്പൊ 2 ദിവസമായിട്ട് ഈ വിഷയം വന്നല്ലോ, ഞങ്ങൾ ആരെങ്കിലും പ്രതികരിച്ചോ? ഞങ്ങളാരും പ്രതികരിച്ചിട്ടില്ലോ. എന്തെങ്കിലും കേട്ടതിന്റെ അടിസ്ഥാനം ഇത് മന്ത്രിയുടെ ഭാര്യ തന്നെ പറയുന്ന ഒരു സാഹചര്യത്തിൽ വേറെ ഏതെങ്കിലും ഒരു സാഹചര്യമായി ഇതിനെ താരതമ്യം ചെയ്യേണ്ട കാര്യമില്ല. ഇതൊരു റെയർ സാഹചര്യമാണ്. നമ്മൾ കേൾക്കാത്തൊരു സാഹചര്യമാണ്. ഒരു മന്ത്രിയുടെ ഭാര്യയ്ക്ക് ഈ അവസ്ഥ വന്നിട്ടുണ്ട് എന്ന് മന്ത്രിയുടെ ഭാര്യ തന്നെ പറയുന്നത് അത് ചെറിയൊരു കാര്യമല്ല. അതിൻ്റെതായ ഒരു സീരിയസ്നെസ്സും അതിൻ്റെതായ നടപടികളും ഈ ഗവൺമെന്റ് എടുക്കണം എന്നുള്ള പോലീസ് വകുപ്പും ഈ ഗവൺമെന്റും എടുക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് വീണ്ടും പറയാനുള്ളത്. തീർച്ചയായും മുഖ്യമന്ത്രി ഇതിൽ പ്രതികരിക്കണമല്ല, ആക്ഷൻ എടുക്കണം. ആക്ഷൻ എടുക്കാൻ എന്തിനാണ് മടിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് ഇങ്ങനെ വരികയാണ്. മുഖ്യമന്ത്രി എന്താ KSRTC ബസ്സുകളിലൊക്കെ എഴുതി ഒട്ടിച്ചിട്ടുള്ളത്? കേരളം മുഴുവൻ ഒന്ന് യാത്ര ചെയ്ത് നോക്ക്. ഞാൻ കേരളം മുഴുവൻ യാത്ര ചെയ്യുന്ന ഒരാളാണ്. അവിടെ ഹോർഡിങ്ങുകളിൽ എന്താ എഴുതി വെച്ചേക്കുന്നത്? അവൾക്കൊപ്പം എന്ന് KSRTC ബസ്സിലും അല്ലെങ്കിൽ കേരളത്തിലെ ഹൈവേകളിലെ വലിയ വലിയ ഹോർഡിങ്ങുകളിലും
അവൾക്കൊപ്പം എന്ന് എഴുതിയത് കൊണ്ട് കേരളത്തിലെ സ്ത്രീകൾക്കൊപ്പമാണ് ആണ് മുഖ്യമന്ത്രി എന്നില്ല. ഇങ്ങനത്തെ സാഹചര്യങ്ങൾ വരുമ്പോൾ മുഖം നോക്കാതെ നടപടിയെടുക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയണം. അതല്ല എങ്കിൽ മുഖ്യമന്ത്രിയും ഇതിനൊക്കെ സംരക്ഷണം കൊടുക്കുകയാണ് എന്ന് തന്നെ അതിന്റെ ഒരു കൺക്ലൂഷൻ. ഒരു കാര്യം കൂടി ജെബിക്ക് എന്തിനാണ് മുഖ്യമന്ത്രിയുടെ വിശ്വാസം? കാരണം പി ടി കുഞ്ഞുമോഹന്റെ ഒരു പരാതി വന്നപ്പോൾ ആ പരാതിയിൽ 4 ദിവസം കഴിഞ്ഞിട്ട് പോലും കേസെടുക്കാൻ തയ്യാറായില്ല. അങ്ങനെയുള്ള മുഖ്യമന്ത്രിയാണ്. പിന്നെ മുഖ്യമന്ത്രി എന്തിനാണ് ഇത്ര ഒരു പ്രതീക്ഷ? അതുകൊണ്ട് തന്നെയല്ലേ മഹിളാ കോൺഗ്രസ് വനിതാ ദിനം വഞ്ചനാ ദിനമായി ആചരിച്ചത്. കേരളത്തിലെ സ്ത്രീകൾക്ക് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ ഭരണകാലത്തിൽ കണ്ണീർ കാലമാണ്. കണ്ണീരണിഞ്ഞിരിക്കുകയാണ്. മന്ത്രിയുടെ ഭാര്യ പോലും കണ്ണീരിലാണ്. ഇത് പ്രതീക്ഷയല്ല, ഞങ്ങളുടെ ഉത്തരവാദിത്തം ആവശ്യപ്പെടുക എന്നുള്ളതാണ്. ഏതായാലും ജനങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ മുഖ്യമന്ത്രിയുടെ ഒക്കെ ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ജനങ്ങൾ ഏതായാലും തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ഇനിയെങ്കിലും മുഖ്യമന്ത്രിക്ക് സ്ത്രീകൾക്കൊപ്പമാണ് എന്ന് വരുത്താനെങ്കിലും മന്ത്രി ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച നടന്ന ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട ഈ വിഷയം ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇന്ന് ഉച്ചതിരിഞ്ഞ് മാത്രമാണ് ഇതൊരു വാർത്തയായി മാറുന്നത്. ഇവിടുത്തെ പപ്പരാസികൾ ഇതൊന്നും വാർത്തയാക്കാതെ ഒളിപ്പിച്ചു വെക്കുവാൻ ശ്രമിച്ചപ്പോൾ ഗതികെട്ട് ഗണേഷ് കുമാറിന്റെ രണ്ടാം ഭാര്യ തന്നെ മുന്നോട്ട് വന്ന് മാധ്യമങ്ങളോട് ഈ കാര്യം വെളിപ്പെടുത്തിയപ്പോൾ ഒരു മാധ്യമം മാത്രമാണ് ആദ്യം ഈ ഒരു വിഷയം റിപ്പോർട്ട് ചെയ്യുവാൻ തയ്യാറായത്. എന്നാലും വളരെ മനസ്സില്ലാ മനസ്സോടെയാണ് ഈ വാർത്തകൾ അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. രാഹുൽ വിഷയത്തിൽ കാണിക്കുന്ന ആവേശവും ഉണർവും ഒന്നും ഈ വിഷയത്തിലില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.